ഹലോ ഹായ് വെൽക്കം ടു ബി ബി വിത്ത് ബോണ്ട്. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റാണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല ആമസോൺ മ്യൂസിക്, ആപ്പിൾ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക്, പിന്നെ പോക്കറ്റ് കാസ്റ്റ്, കാസ്ട്രോ FM, അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. അവിടേക്ക് നിങ്ങൾക്ക് ഞങ്ങളെ ചെക്കൗട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് നമ്മളുടെ ബിഗ് ബോസ് വീക്ക് 4 അനാലിസിസ് വീഡിയോ ആണ്. ഡേ 17 ടു 24 ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത്. അപ്പോൾ ഇത് ഡേ 24 ടു എത്രയായിരിക്കും 31. 31 ആണ് Yes. നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ വെൽക്കം ചെയ്യുന്നു മിസ്റ്റർ ജെയിംസ് ബോണ്ട്. വെൽക്കം ടു ദി ഷോ. അതെന്തായിരുന്നു അത്? ചെറിയ എന്റെ വകയല്ലേ. വളരെ മികച്ച ഒരു ഇതായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ്? വളരെ മോശം എന്ന് പറഞ്ഞാൽ തന്തേക്കാൾ അതിനേക്കാൾ മോശം. മോശം. അഴുക്കച്ചെറുക്കി. വളരെ മോശമായിരുന്നു. മികച്ച ഒരാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച ലാലേട്ടൻ വന്നപ്പോൾ ഞാൻ ഓർത്തു ഇതെന്തെന്ന്, ഇത് വെള്ളിയാഴ്ച, ഇത് ശനിയാഴ്ച എപ്പിസോഡ് വല്ലതും ആണോ, ഇങ്ങനെന്താ നേരത്തെ എന്നുള്ള. പിന്നെ അദ്ദേഹം US-ലേക്ക് ഒരു അവധിയെടുത്ത് പോയതാണ്. പക്ഷെ ആ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരേണ്ട വന്നു. അമ്മാതിരി പരിപാടികളെല്ലാം ഒപ്പിച്ചു അവിടെ. പുള്ളി പക്ഷെ അതൊന്നും വന്നോ? ഒന്നും ആയില്ല. അല്ല, പുള്ളി വന്നു. നേരത്തെ ഇതിനു വേണ്ടിയിട്ട് വന്നില്ലേ, ഏതിനു ഈ വേണ്ടി? മറ്റേ ഡെമോൺസ്ട്രേഷൻ പരിപാടികളൊക്കെ അരങ്ങേറുന്നതിന് മുമ്പ് അവിടെ അനുമോളുടെയും ജിസേലിന്റെയും മറ്റേ ഫിസിക്കൽ അസോൾട്ട് പരിപാടികളൊക്കെ തീർക്കാനും അതിനൊക്കെ പുള്ളി വന്നില്ല. മറ്റേ ചുണ്ടത്ത് ലിപ്സ്റ്റിക്ക് തൂക്കാൻ അല്ല പോയ സംഭവം. അല്ല അതല്ലേലും പുള്ളി തന്നെ നടത്താനിരുന്നതല്ലേ. പുള്ളി അവിടെ സൂം വഴി ചെയ്യാതിരുന്ന. അല്ല ഇനി വരുന്നുണ്ടോ പുള്ളി തിരിച്ച്? നിങ്ങൾക്കറിയോ? ഈയിടെ കാണാൻ വരുമോ? ഈ ആഴ്ച വരുമല്ലോ. അവധി കഴിഞ്ഞ് വരുമോ അതോ സൂമിൽ തന്നെ അറിയോ? അല്ല, ഓ അത് ശരിയാണല്ലോ. ഒരാഴ്ച സൂമാണെങ്കിൽ കാണത്തില്ലെന്നേ പറഞ്ഞുള്ളൂന്നാ തോന്നുന്നു. ഈ ആഴ്ച വരുമായിരിക്കും. അതെ മതിയായിരുന്നു. അതോ 2 ആഴ്ചത്തേക്കാണ് പക്ഷെ എടുത്തിട്ടുള്ളത്. പുള്ളിക്ക് അവിടെ ഇരുന്നപ്പോഴായിരുന്നു ഒരു കുറച്ചുകൂടെ പവർ എന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? അത് ചെവിക്കകത്ത് കുന്തയില്ലാത്തതുകൊണ്ട് പുള്ളി തന്നെ ഫോക്കസ് ചെയ്ത് പറയാന്നുണ്ടായിരിക്കും. മറ്റേത് ഇതുകൂടെ വരുമ്പോഴേ പുള്ളിയുടെ കോൺസെൻട്രേഷൻ പോകും. ഇടയ്ക്ക് അങ്ങോട്ട് അവിടെ നാലോട് അങ്ങനെ എന്തോ ഉണ്ടല്ലോ അതൊക്കെ അയൽക്കൂട്ടോ എന്നൊക്കെ അവർക്ക് ആയത്തെ എന്തോ അയൽക്കൂട്ടം അതെ ആയത്തെ ആഴ്ച അയ്യോ ലലിച്ചൻ. അതുപോലെ ആവാതിരുന്നാ മതി. പ്രധാന സംഭവങ്ങളൊക്കെ നടന്നത് എന്തായിരുന്നു ഈ ആഴ്ച? ഒന്ന് മറ്റേ സ്വേച്ഛാധിപതി ടാസ്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ അനുമോൾ, മെയിനായിട്ട് അനുമോളാണ് അവിടെ കണ്ടന്റ് ഗിവർ, കണ്ടന്റ് മേക്കർ ഓഫ് ദിസ് സീസൺ. ഇപ്പൊ പിന്നെ വയൽക്കാടായിട്ട് കുറച്ച് വാഴകൾ എന്ന് പറയാൻ പറ്റില്ല, കാര്യം വാഴകളല്ല, അവര് എന്താ പറയുന്നത്, തോൽവികൾ. അഴകല്ല പണ്ടും പഴക്കൾ എന്ന് ഇത്രയും കൂതറ വയൽക്കാടുകളെ ഞാൻ എന്റെ ബിഗ് ബോസ് ചരിത്രത്തിൽ കണ്ടിട്ടില്ല. ഞാൻ ആകെ 3 സീസണോ ഏതാണ്ടേ കണ്ടിട്ടുള്ളൂ, അതും പല ഭാഷകളിലായിട്ട്. അതെ, മലയാളത്തില് തമിഴില് ഞാൻ ഇത് രണ്ടും കണ്ടുള്ളൂ. മലയാളം ഞാനും അത് തമിഴ് രണ്ട് കണ്ടിട്ടുള്ളൂ. ഇതിന്റെ ഇത്രയും സീസണുകൾ ഇത്രയും പൊട്ട വയൽക്കാടുകൾ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് മാത്രല്ല ഇതുവരെ ഇത്രയും നാളത്തെ ബിഗ് ബോസിൽ ഇത്രയും അവിഞ്ഞൊരു കണ്ടസ്റ്റന്റും ഒരു കണ്ടന്റും നാറിയ ഒരു കണ്ടന്റും നാറിയ ഒരു കണ്ടസ്റ്റന്റ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇമാതിരി പരിപാടി നടന്നു കാണത്തില്ലേ? ഇത്രയൊരു കൂതറ കണ്ടസ്റ്റന്റ് അത് മലയാളത്തിന് സ്വന്തം. അതാണ് മലയാളം. ഓരോ സീസൺ വരുന്ന അനുസരിച്ചും കൂതറയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കൂതറകളുടെ എണ്ണം തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കുന്നു കൂതറകളെ എന്നാണ് അതെനിക്ക് തോന്നുന്നു മലയാളികളുടെ ഒരു സവിശേഷതയാണ് തോന്നുന്നു. നമ്മുടെ ഇടയിൽ ഇത്രയും ചെറ്റകൾ കാണത്തുള്ളൂ. അത് തമിഴില് കൊറേ ചെറ്റകൾ എല്ലായിടത്തും ഉണ്ടല്ലോ, അത് തെരഞ്ഞെടുക്കുന്ന പോലെ ഇരിക്കും. തമിഴിൽ അവർ പക്ഷെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ആൾക്കാരെ അത് ഫിൽട്ടർ ചെയ്തെടുക്കുന്ന. അവിടെ ഇല്ലാത്തോണ്ടല്ല, അവിടെ കൂതറകൾ കുറെ ഉണ്ടല്ലോ. ഫിൽട്ടർ ചെയ്തെടുക്കുമ്പോ കൂതറകളെ സമാധാനിപ്പിക്കണമെങ്കിൽ, അതായത് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കൂതറകൾ അതിന്റെ അകത്തുണ്ടെങ്കിലല്ലേ നടക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ നമ്മുടെ ബിഗ് ബോസ് ഇങ്ങനെ എടുക്കുന്നത്. തമിഴിൽ അതിന്റെ ആവശ്യമില്ല.
വളരെ അവര് മോശം. നല്ല നല്ല ക്വാളിറ്റി സാധനം. അതെ. പക്ഷെ എന്നിട്ട് അവര് പറയുന്നത് എന്താ പറയുന്നത്, സീസൺ ഇതായിരിക്കും ബെസ്റ്റ്. അതെല്ലാ ബിഗ് ബോസിലും കാണുമായിരിക്കും, ഇന്ന സീസൺ ആയിരിക്കും ബെസ്റ്റ്, ഇത് വളരെ മോശമായിട്ടാ പോകുന്നത്. അവരൊന്നും ഈ മലയാളം കാണാത്തോണ്ട് അതെ. അതെ. ഇതൊക്കെ അവിടുത്തെ വെച്ച് എടാ നോക്കുമ്പോ അവിടുത്തെ അത് മോശം എന്ന് സ്വർഗം. പറഞ്ഞാൽ ബോറിംഗ് ആന്നേ ഉള്ളൂ. ഇത്ര ആ, തെണ്ടിത്തരം കറക്റ്റ് ഇല്ല. ഇത്ര കറക്റ്റ്. ഒരു തരം തരം താഴ്ന്ന പരിപാടികളൊന്നും ഇല്ല. ഇല്ല. ബോറിംഗ് ആയിരിക്കും. അത്രേ ഉള്ളൂ. ഉം. അതാണ് അവർക്ക് മോശം സീസൺ. ഇതെന്തോ പറയേണ്ടത് പോലും അറിഞ്ഞുകൂടാ. അങ്ങനത്തെ ഒരു അത് ഒരു മാത്രല്ല, ഈ ഉപയോഗിക്കുന്ന ഭാഷയൊക്കെ ആണെങ്കിലും ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര കക്കൂസ് വർത്താനമാണ് ഈ അതെ. പറയുന്നത്. വെറും തറ വർത്താനങ്ങളാണ്. തറ വർത്താനം. അവിടെ ആ അതെ. പരിപാടി ഇല്ല. അതെ. അത്രയും ലോക്കലായിട്ട് ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പരിപാടി. വെറും അതെ. എനിക്കറിയില്ല. വെറും ചേരി ഇവരുടെ വർത്താനം പോലെ. അങ്ങനത്തെ ഒരു ഇത്. എന്താ ഒരു വൃത്തികെട്ട വർത്താനം എന്താണേലും. അപ്പം യാതി സ്വേച്ഛാധിപതിയുടെ കാര്യത്തിലാണ് ഒരു മെയിൻ സംഭവമായിട്ടുണ്ടായിരുന്നത്. അതില് അനുമോളാണല്ലോ പിന്നെ എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഒരു മെയിൻ ആള്. പക്ഷെ എന്നിട്ട് അതെ. ഇപ്പോഴും പ്രശ്നം കുറെ ഉണ്ടാക്കി. പേര് ഇപ്പൊ അവക്ക് മോങ്ങണ്ടേ? ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അവിടെ മോങ്ങല് കാണുന്നില്ലല്ലോ. മോങ്ങൽ നാടകം. അതവിടെ പോയി. ഉണ്ട് ഉണ്ട്. പക്ഷെ മറ്റേതുപോലെ അത്രയില്ല. മറ്റേ അബലയായിട്ടുള്ള ആ, പരിപാടി ഇപ്പൊ ഇല്ല. എന്നാലും തബല. അതെ. ഡെയിലി ഒരു ഒരു മണിക്കൂർ കരഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം ഇല്ല. ഈ പക്ഷെ എപ്പിസോഡ് കഴിഞ്ഞ എപ്പിസോഡിൽ കരഞ്ഞില്ലെന്ന് തോന്നുന്നു. ഞാൻ കണ്ടില്ല. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ കണ്ടില്ലോ കരയുന്നൊന്നും. നീ കണ്ടോ? ഇന്നത്തെ എപ്പിസോഡില് ഇന്നങ്ങനെ കരഞ്ഞില്ലെന്ന് എടാ തോന്നുന്നു. വൈൽഡ് കാർഡ് ഇന്ന് വന്ന പിന്നെ ഈ പെണ്ണുമ്പളെ കരയുന്ന ഞാൻ കണ്ടിട്ടില്ല. കണ്ടുണ്ടോ? അയാള് കരഞ്ഞായിരുന്നു, ഇടയ്ക്ക് കരഞ്ഞായിരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ കരഞ്ഞു. കരച്ചിൽ വന്നു. അത് പിന്നെ അപ്പന്റെ കാര്യമൊക്കെ പറഞ്ഞു, മറ്റേ എന്താ ഒരിടത്തൊരിടത്ത് ജീവിതകഥ പറഞ്ഞപ്പം ചെറുതായിട്ടൊന്ന്. പക്ഷെ അത് പുള്ളിക്കാരി പിടിച്ചു പ്ലസ്സിലുണ്ടായിരുന്നോ? വെച്ചു എന്നാണ്. പ്ലസ്സിലുണ്ടോ? ഞാൻ കണ്ടില്ല. അത് എപ്പിസോഡ് കണ്ടില്ല. അതെനിക്കറിഞ്ഞൂടാ. ഞാൻ ഈ ഇന്നത്തെ ദിവസത്തെ കുറച്ച് ലൈവും കാര്യങ്ങളൊക്കെ കുറെ ഇങ്ങനെ കേൾക്കുകയും പ്ലസ് എപ്പിസോഡ് കാണുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്തൊക്കെ ഉണ്ടായിരുന്നു കാര്യങ്ങൾ. ഇന്നത്തെ അത് ശരി. എപ്പിസോഡിലും ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഇത് പറഞ്ഞപ്പോൾ മറ്റേ കരിപ്പട്ടി, അയ്യോ എന്തായിരുന്നു, സതീഷ് എന്നാണ് സന്തോഷ് എന്നാണ് പേര്, മറന്നുപോയി. സതീഷ് എന്നാണ് തോന്നുന്നു. കരിപ്പട്ടി സതീഷിന്റെ മകളായതുകൊണ്ട് എന്നൊക്കെ ആരാ അത്? പറഞ്ഞുകൊണ്ട് അനുമോളോ? അനുമോളുടെ ഉം. അപ്പന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് ഇതായിരുന്നു. അല്ലാണ്ട് അങ്ങനെ വലിയ കരച്ചിൽ അത് വീട്ടുകാർക്കും തന്നെ തോന്നുന്നുണ്ട്. ഇത് ഇവളങ്ങനെ ഇപ്പൊ വലിയ കരച്ചിലും പിടിച്ചിലൊന്നും ഇപ്പൊ എന്താണെന്നറിയാം, അത് പുറത്തുനിന്ന് ഈ വൈൽഡ് കാർഡായിട്ട് പോയ 2 തോൽവികളുണ്ടല്ലേ, ഈ മസ്താനി അത്. മസ്താനിയും പിന്നെ തോൽവി എന്ന് പറയുമ്പോഴേ മസ്താനിയാണ് ഓർമ്മ വരുന്നത്. അതെ, ഉം. അനുമോൾ 2.0 ജിഷിൻ. ആ, എന്നൊക്കെ പറയും. 2 ഉണ്ട്. ആ. ജിഷൻ, ഇവർ 2 കൂടെ വെച്ച് കൊടുത്തിരിക്കുന്ന. പിന്നെ പ്ലസ് മറ്റവനും കാണും, മറ്റേ പ്രദീപ്, പ്രവീൺ. പ്രവീൺ. പ്രവീൺ, സോറി പ്രവീൺ. അവനും പക്ഷെ അത് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷെ പക്ഷെ അവനും എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വലിയ അപ്പൊ ഗുണമൊന്നുമില്ല എന്നാലും. ഇവരെല്ലാം കൂടെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന വെച്ചിട്ട് പുള്ളിക്കാരിക്ക് തോന്നിയിട്ടുണ്ടോ പുറത്ത് എനിക്ക് ഭയങ്കര ഇമേജ് ആണ്, വൻ അതെ. സപ്പോർട്ടാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ. ഇവരാണെങ്കിലും വൈൽഡ് കാർഡാന്ന് പറഞ്ഞിട്ട് പോയിട്ട് എന്തുവാ കാണിക്കുന്നത് മസ്താനിയൊക്കെ. അതായത് ഈ ട്രോളിലൊക്കെ വരുന്ന സാധനമൊക്കെ എടുത്തോണ്ട് വന്നിട്ട് അതാണ് അതെ. അവര് സോഷ്യൽ മീഡിയയിലെ കമന്റ്സ് എല്ലാം അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്ന് പുള്ളിക്കാരി. പറയും. സോഷ്യൽ മീഡിയ ആണ് എല്ലാം എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. പുള്ളിക്കാരി ഒരു സോഷ്യൽ കാര്യം മീഡിയയിലാണല്ലോ ജീവിക്കുന്നത്. മറ്റേ അത് വെറൈറ്റി ശരിയാണ്. മീഡിയയിലും മറ്റേ മീഡിയയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. അന്നേരം കമന്റുകൾ മാത്രം വായിച്ച് അവിടെ പോയ ഒരാളാണ്. 2 ദിവസം കഴിഞ്ഞ് തീർന്നു. 2 ദിവസം തീർന്നു. ഇന്നലെ ഞാൻ അങ്ങോട്ടിരുന്ന് മൂങ്ങുന്നത് കണ്ടായിരുന്നു. മോങ്ങി. എപ്പിസോഡ്. അത് ഇന്ന് അത് വായ കാര്യം കണ്ടേ ഇല്ല. സ്റ്റോപ്പ് ഇന്ന് വർത്താനം പറഞ്ഞേ ഇല്ലല്ലോ. കഴിഞ്ഞോ? ഇല്ല. വെടി കഴിഞ്ഞു. അവളെ തീർന്നു. കമന്റ്സുകളെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോ ബാക്കിയൊന്നുമില്ല പരിപാടികൾ പറയാൻ. പരിപാടികളൊന്നുമില്ല. അത് ആദ്യമേ തന്നെ ഒരു കാര്യമില്ലാതിരുന്ന് രേണുസുധീരുടെ അടുത്ത് പോയിട്ട് അതെ. പുള്ളിക്കാരുടെ വായിരിക്കുന്നത് കേട്ട്. അതെ. പുള്ളിക്കാരുടെ ഇന്റർവ്യൂയുടെ കാര്യം ഏതാണ്ടൊക്കെ പറയാ. ആൾക്കാര് പറഞ്ഞതൊക്കെ കേട്ടോണ്ട് അവിടെ ചെയ്തു. നമ്മുടെ അതെന്താ? കറക്റ്റ് മറ്റേ സീസൺ 3ലെ മിഷേലിന്റെ കൂട്ട്. അവളെ അതെ. എനിക്കറിയാം. അവളെ എനിക്കറിയാം ആ. വർഷങ്ങളായിട്ട്. ഞാൻ ബാക്ക് സ്റ്റേജിലൊക്കെ വെച്ച് അതെ. കാണുന്നതല്ലേ ഇതൊക്കെ. അതെ. എന്നിട്ട് പറഞ്ഞു പിടിച്ച് വന്നപ്പോ ഇത് ആരാണ്ട് അവള് ഇട്ട കമന്റ് ആ. വെച്ചിട്ട് അതെ. ഇത് അവള് ഇവിടെ ജാനുവരിയിലാ പോയി അല്ലേ? ആ ഡ്രസ്സൊക്കെ കള്ളത്തരാന്നൊക്കെ പറഞ്ഞിട്ട്. അതെല്ലാം പറഞ്ഞിട്ട് ആരാണ്ട് വീഡിയോ ഒക്കെ ചെയ്ത് വെച്ചിട്ട്. ഉം. അതുപോലെ സെയിം മസ്താനി. മസ്താനി എന്തോ ചെയ്യാന്. എന്നിട്ട് അവിടെ പോയിട്ട് അത് പുള്ളിക്കാരി രേണുസുധിയുടെ കാര്യം പറഞ്ഞതിന് ന്യായമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാല്, ഇന്റർവ്യൂവിൽ പുള്ളിക്കാരി എന്നോടും മറ്റുള്ളവരോടുമായിട്ടൊക്കെ പറഞ്ഞ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അത് പൊളിച്ചെടുക്കുന്ന ഇതിന്റെ അകത്ത് വന്നിട്ടാണ്. ഇതിന്റെ അതെ. അകത്തെ കാര്യങ്ങൾ പറഞ്ഞല്ലേ പൊളിച്ചെടുക്കേണ്ടത്. അതെ. പുറത്ത് നീ പോയി പൊളിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട്
അത് അക്ബർ പറയുന്നത് അത് നീ ഗൗരവത്തോടെ പറയണം. നിന്റെ ഇതിലൊരു ഗൗരവം കുറവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് വർക്കാവാതെ പോയത്. അല്ലെങ്കിൽ അത് വർക്കാവാനൊന്നും പോകുന്നില്ല. രേണുസുതിക്ക് പിന്നെ ഒരു സ്ലീപ്പർ സെൽസ് ഫാൻസും ഉണ്ട് കേട്ടോ. കാര്യം എനിക്കാണേലും ഉണ്ടല്ലോ, ഞാൻ ഈ പുള്ളിക്കാരുടെ കണ്ടന്റ് ഒന്നും അങ്ങനെ കാണാറൊന്നുമില്ല. പക്ഷെ എപ്പോഴും ഈ ട്രോളും മറ്റേതൊക്കെ ആയിട്ട് ഇങ്ങനെ എപ്പോഴും പുള്ളിക്കാരി സജീവമാണല്ലോ. പുള്ളിക്കാരിനെ അറിയാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ. പക്ഷെ എന്നിട്ട് ഇതിന്റെ അകത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരുടെ ക്യാരക്ടറൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കങ്ങനെ വലിയ ആ, എനിക്കങ്ങനെ ഒരു ഒരു പാവപ്പെട്ട പിള്ളയായിട്ടാ തോന്നിയത്. എന്താ പറയുന്നത്, പാവോ ആ ആരെങ്കിലും അങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കി ചെന്നാലും ഓ എന്തിനാ എന്നെയൊക്കെ വെറുതെ വിട്ടേര്, തത്തമ്മക്കാരുടെ കണ്ണുമല്ല. പക്ഷെ എനിക്ക് ഏറ്റവും പുള്ളിക്കാരുടെ മറ്റേ ഡാൻസ് ഇഷ്ടപ്പെട്ടു. മറ്റേ മസ്താനി കണ്ടന്റില്ല ആ ആ, അത് പൊളിയായിരുന്നു. പൊളിയായിരുന്നു. ഒരു അങ്ങനെ വരണം, കാര്യമില്ലായിരുന്നു. അങ്ങനെ വരണം റിനുസുദ്ധി. ആ അതാണ് എന്റെ ആഗ്രഹം. അവൻ പക്ഷെ ഡാൻസും എന്ത് ചെയ്യാനാ, പാട്ടൊക്കെ. പക്ഷെ പുള്ളിക്കാരി വയ്യട. ഇത് ഒരു എനർജി ഇല്ല പുള്ളിക്കാരിക്ക്. അതുകൊണ്ടായിരുന്നു തോന്നുന്നു പുള്ളിക്കാരി ഇങ്ങനെ. അത് ഇന്നത്തെ ഫുഡും ഇതിന്റെ അകത്ത് ഇല്ലല്ലോ. ഫുഡും ഇല്ല. ഫുഡ് ഇപ്പൊ കിട്ടിയാലും ഉണ്ടല്ലോ, പുള്ളിക്കാരി ഈ 4 നേരം പഞ്ചസാരയാണ് ആദ്യം കയറ്റുന്നത്. എന്നിട്ടാണ് പിന്നെ ഫുഡ് കയറ്റുന്നത്. അത് എന്തോ ഒരു തീരെ അങ്ങോട്ട് അത്ര എനർജി ഇല്ല പുള്ളിക്കാരി. അതാണ് ഈ ടാസ്കിനും പറ്റത്തുമില്ല. ഇന്ന് പക്ഷെ എന്നാലും കുഴഞ്ഞെങ്ങാണ്ട് വീണല്ലേ? ഞാൻ കണ്ടില്ല, ടാസ്ക് കണ്ടില്ല, പ്രോമോ കണ്ടത്. അതെന്താ പറയാ, അത് ഗെയിമിന്റെ അകത്ത് ഇവര് തലയിൽ തൊപ്പി വെച്ചിട്ട് തൊപ്പി അതായത് 3 പേരായിട്ട് ബിഗ് ബോസ് തിരിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ ആയിട്ട് ഒരാളെ തെരഞ്ഞെടുക്കുക. ആ ക്യാപ്റ്റന്റെ തലയിൽ ഒരു തൊപ്പി കാണും. അത് മറ്റുള്ളവര് സ്നാച്ച് ചെയ്യണം. അതാണ് ഗെയിം. മറ്റേ ഈ തമിഴിന്റെ അകത്ത് മറ്റേ കോട്ട കെട്ടിയിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ടാവില്ല, അതുപോലത്തെ ഒരു സാധനം. എന്നിട്ട് പക്ഷെ അപ്പൊ ഈ ടാസ്കിൽ ജയിക്കുന്ന ആൾക്കാർക്ക്, അതായത് ഒരു ഹുക്കുണ്ട് അവിടെ, ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ട്. അതേൽ കൊണ്ടുപോയി തൊപ്പി ഇടുക. ഇട്ട് കഴിഞ്ഞാൽ അത് ലോക്കാവും. അതായത് ആ ഇട്ട അത് പിന്നെ അവിടെ നിന്ന് പോയി എടുക്കാൻ പറ്റില്ല, ഇവരുടെ തലേന്ന് എടുക്കാൻ പറ്റുള്ളൂ. ആ ജയിക്കുന്ന ടീമിൽ ക്യാപ്റ്റന് തീരുമാനിക്കാം. 3 സ്പെഷ്യൽ പവറുകളുണ്ട്. അത് ആർക്കൊക്കെ കൊടുക്കണമെന്ന് ക്യാപ്റ്റന് തീരുമാനിക്കാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനേഷൻ ഫ്രീ 3 ആഴ്ചത്തേക്ക്. വേറൊന്ന് നോമിനേറ്റ് ചെയ്യാം വേറൊരാളെ 3 ആഴ്ചത്തെ ഡയറക്റ്റ് നോമിനേഷനിലുള്ള പവർ. മറ്റേത് ലാസ്റ്റത്തെ ഫാമിലി, സൂപ്പർ ഫാമിലി പവർ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫാമിലി വീക്ക് വരുമ്പം സാധാരണ ഒരു ദിവസമല്ലേ നിർത്താൻ പറ്റുള്ളൂ. ഈ സംഭവം ഉള്ള ആൾക്ക് ഒരാഴ്ചത്തേക്ക് അവരുടെ ഫാമിലീനെ അതിൻ്റെ അകത്ത് നിർത്താം. അങ്ങനെ അത് 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 വായിച്ചുകൊണ്ടിരുന്നപ്പോഴേ എപ്പിസോഡിൽ അത് കാണിച്ചില്ല. ലൈവില് ഈ അനീഷ് ഇതിങ്ങനെ ഓരോ തവണ വായിക്കുന്നതിന് മുമ്പ് വായിക്കട്ടെ ബിഗ് ബോസ്, വായിക്കട്ടെ ബിഗ് ബോസ്. അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു, അനീഷ് എപ്പോഴും ഇങ്ങനെ ചോദിക്കണമെന്നില്ല. അപ്പൊ പുള്ളി പറഞ്ഞു, അല്ല എന്റെ ഒരു മനസ്സമാധാനത്തിന് ബിഗ് ബോസ്, എന്റെ ഒരു സമാധാനത്തിന് ബിഗ് ബോസ് എന്ന് പറഞ്ഞു. അപ്പം ഉടനെ ബിഗ് ബോസ്, എന്റെ മനസ്സമാധാനം പോയി. 24 മണിക്കൂർ ചോദിക്കാതിരുന്ന് വായിക്ക്, നീ എന്ത് കാണിക്കുന്നതെന്നുള്ള രീതി. ഇന്നലെ അതുപോലെ നീ അറ്റത്ത് തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞോണ്ട് ബഹളം ഉണ്ടാക്കിയാണ്. അത് നമ്മുടെ എനിക്കത് കണ്ടപ്പോ എനിക്ക് ആരെയും ഓർമ്മ വന്നെന്നറിയോ? നിനക്ക് ആരെങ്കിലും അത് ഓർമ്മയുണ്ടോ അങ്ങനെ ആ ഒരു സ്വഭാവമുള്ളത്? അറ്റത്ത് തന്നെ വന്നിരിക്കുന്നു. ബിഗ് ബോസിൽ എവിടെയോ കണ്ടിട്ടുള്ള പോലെ എനിക്ക് ബിഗ് ബോസ് അല്ല, അതായത് ഒരു ക്യാരക്ടർ ആ സീറ്റിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെ അതാര്? ഷെൽഡൻ കൂപ്പർ അറിയോ? ഷെൽഡൻ, ഓ മറ്റേ ഇതിന്റെ അകത്ത് ബിഗ് ബാങ് തിയറിക്ക് പുള്ളിക്ക് ഒരു സീറ്റ് ഉണ്ടല്ലോ, അവിടെ വേറെ ആരെയും ഇരുത്താൻ സമ്മതിക്കത്തില്ല. ഇരുത്തത്തില്ല. ശരിയാ. പുള്ളിക്ക് അവിടെ തന്നെ ഇരിക്കണം. എനിക്കത് പെട്ടെന്ന് ഓർമ്മ വന്നത്. അല്ല പക്ഷെ ഞാനത് ഇങ്ങനെ ആലോചിച്ചു, പുള്ളിയുടെ ഒരു എന്താ പറയുന്നത്, ഒരു മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറയില്ലേ, ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ, അങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ അത് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നു. പുള്ളിക്ക് ഏതെങ്കിലും ഒരു അറ്റത്തിരുന്നാ മതി എന്ന് തോന്നുന്നു. പക്ഷെ ആ രണ്ടറ്റത്തുമാണ് ഇവർ രണ്ടുപേരും വന്നിരുന്നത്. പക്ഷെ എന്നിട്ട് അത് ഞാൻ ലൈവില് ഇങ്ങനെ കണ്ടായിരുന്നു, കൊറേ നേരം പോയത്. ബിഗ് ബോസ് ഇരിക്കുക അനീഷ് എന്നൊക്കെ പറഞ്ഞിട്ടും പുള്ളി അവിടെ നിൽക്കുക. ബിഗ് ബോസ് അല്ല, ബിഗ് ബോസിന്റെ അപ്പം വന്ന് പറഞ്ഞാൽ ഞാൻ മാറൂല. പുള്ളിക്ക് ഇനി വേറെ ആൾക്കാരുടെ ഇടയ്ക്ക് ഇരിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്നറിഞ്ഞൂടാ. അങ്ങനെ അതോ ഇനി ആൾക്കാർ കാണുമ്പോൾ ഇവരുടെ കൂടെ കൂടി ഒറ്റയ്ക്കുള്ള ഇമേജ് പോകുമോ എന്നൊന്നും അറിഞ്ഞു. അതുപോലെ അല്ല അതും ഉണ്ടായിരിക്കും. കാര്യം ഇതൊരു സെപ്പറേറ്റ്, ആ സോഫയുടെ പാർട്ട് അല്ലല്ലോ, സെപ്പറേറ്റ് സീറ്റാ. അപ്പം രണ്ടുപേരും നടക്കിരിക്കുമ്പോ അവരുമായിട്ട് കൂടുതൽ മിങ്കിളാവേണ്ട വരും. അതുകൊണ്ടായിരിക്കും ഇതാകുമ്പോഴത്തേക്ക് മിങ്കിൾ ചെയ്യാൻ പേടിയാന്ന് തോന്നുന്നു. പിന്നെ കൂട്ടങ്ങ് പിന്നെ ഗ്രൂപ്പിസമായാലോ എന്ന്
പുള്ളിയുടെ ഈ കൺട്രോൾ വിട്ടു പോകുമല്ലോ. ആ, അതുകൊണ്ടായിരിക്കും. കൂടുതൽ ആയിരിക്കും. വൾണറബിൾ ആവുമല്ലോ. ഒറ്റയ്ക്കാകുമ്പോഴത്തേക്ക് അങ്ങനെ അത് പുള്ളി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഷാനവാസിന്റെ കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള അത് നല്ല ഒരു എന്റർടൈനിങ് ആണ്. പുള്ളിക്കും അത് ഇഷ്ടമാണ്. പോയിട്ട് ചൊറിയുന്നതും അതെ. പരിപാടികളൊക്കെ നല്ല രസമാണ് കണ്ടോണ്ടിരിക്കാൻ. എനിക്ക് ഈ മറ്റേ ആര്യൻ ജിസേൽ കോംബോയൊന്നും അല്ല. ഉം, ഷാനവാസ് അനീഷ് കോംബോയാണ് കോംബോ. അതെ. അപ്പൊ അത് ഇന്നത്തേലങ്ങനെ അല്ല, കുറെ ആര്യൻ കാര്യം ജിസയിൽ അതിന് കോംബോ പിടിക്കുന്നില്ലല്ലോ അവര്. ഇല്ല. അത് വള- ഈ അനുമോള് അത് ഇവള് തുടക്കം തൊട്ടേ കുറെ നാളുകളായിട്ട് ഇവളിങ്ങനെ പറയുന്നുണ്ട്. ജിസേലിന്റെ ഇത് ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ആര്യന്റെ അടുത്തും മറ്റേ എന്താ പറയാ, നിനക്ക് പ്രായം കൂടുതലുള്ള പെണ്ണുങ്ങളെ പ്രേമിക്കാനാണ് അവന് താല്പര്യം ഉം. എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ അനുമോൾ ഒരു സൈക്കോതാ. അനുമോൾ എനിക്കത് ഇവരുടെ ആ ഒരു ഇവളുടെ അടുത്ത് ലവ് കോംബോ കാണിക്കുന്നുമില്ല. പിന്നെ ജിസേലിനോട് ഇടയ്ക്ക് മിണ്ടുന്നു. പുള്ളിക്കാരി ഭയങ്കര അസൂയ മൂത്ത് പ്രാന്തായത് പോലത്തെ ആ ഒരു ഇതാന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ആയിരിക്കും. സൈക്കോ ആണ് പുള്ളിക്കാരി. അല്ലെ മറ്റേ മേക്കപ്പ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് രാത്രി പോയിട്ട് നോക്കുന്നത് ആ ഷമ്മി നിൽക്കുന്ന പോലെ പോയി മോന്തേ നോക്കിക്കൊണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതെന്തോന്നു. ഓ എന്റെ പൊന്നെ. സൈക്കോ ആയി പുള്ളിക്കാരി. അതിന് ഇന്ന് പറഞ്ഞ ആരാണ്ട് ഇത് ഇന്ന് ഏതോ ഞാൻ ഒരു വീഡിയോ കണ്ടു. മറ്റേടെ ഈ സൈക്കോ മ്യൂസിക് ഏതാണ്ട് ഇട്ടിട്ട് പുള്ളിക്കാരി ഓരോന്ന് കാണിക്കുന്നതും ബാക്ക്ഗ്രൗണ്ട് ഓരോ ഓരോ ആൾക്കാർ വഴക്കിന് പോകുമ്പോൾ അവിടെ അങ്ങാണ്ട് നിന്ന് ചിരിക്കുന്നതും ഇതൊരു സൈക്കോ മൈറാന്ന് കാണിക്കാൻ വേണ്ടി കറക്റ്റ് ആയിരിക്കും. വല്ലാത്ത അല്ലാണ്ട് പിന്നെ സൈക്കോ എങ്ങനെ തന്നെ. ഇതിപ്പം എന്നിട്ട് പുള്ളിക്കാരി പറയുന്നത് എന്തോ ബിഗ് ബോസിന് റേറ്റിംഗും കൂട്ടി കൊടുക്കുന്നത് ഞാനാണെന്നാണ്. അതെ, ഞാൻ ബോസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും അതാണ് എന്റെ തെണ്ടിത്തരങ്ങൾ അനുമോൾ. കാണിക്കുന്നത്. അതെ. അതായത് ഈ ഈ ഇത്രയും കണ്ടസ്റ്റൻസ് ഉണ്ടായിട്ടും ബിഗ് ബോസിനോട് ഏറ്റവും ആത്മാർത്ഥതയുള്ള അനുമോക്ക് മാത്രമേ ഉള്ളൂ. ആ ഒരു അതെ. സ്പിരിറ്റ് ആണ് വേണ്ടത്. അത് എന്ത് അതെ. നാറിയ പരിപാടി കാണിച്ചാലും സാരമില്ല. ബിഗ് ബോസിന്റെ റേറ്റിംഗ് കിട്ടിയാ മതി. അതെ. അത് ലാലേട്ടന്റെ എപ്പിസോഡിൽ പറഞ്ഞു കേട്ടില്ലേ? അത് ഉം. ബിഗ് ബോസിന്റെ റേറ്റിംഗിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അവർക്ക് വേണ്ടെങ്കിൽ എന്നിട്ട് എനിക്കും വേണ്ട അല്ലേ? അതെ. ആ അവർക്ക് വേണ്ടി അവർക്കെന്ത് കഷ്ടപ്പെടുമ്പോൾ ബിഗ് അവരോട് ബോസിനൊരു ചോദ്യം നന്ദി ഇല്ലാത്ത ചോദിക്കുന്നു. പോലെ. അതെ. നന്ദി നന്ദിയില്ലാത്ത വേണം ബിഗ് തെണ്ടിയൊക്കെ. ബോസ്, നന്ദി. അതെ. ഞാൻ സ്വയം നാറി ഇത്രയും അതെ. കണ്ടന്റ് നിനക്കൊക്കെ ഉണ്ടാക്കി തന്നിട്ട് നീയൊക്കെ എന്റെ തലയിലോട്ട് കയറുന്നു. അതെ. മയിര് കളയുന്നു. നല്ല ഓ. മികച്ച ഒരു ഇതായിരുന്നു. ഇതാണ്. അതും ഇപ്പം ഉണ്ടല്ലോ, ഇപ്പം ഈ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച്, അതായത് പരോക്ഷമായിട്ട് സപ്പോർട്ടല്ല, പക്ഷെ പുള്ളിക്കാരിയുടെ സൈഡ് പിടിക്കുന്ന പോലത്തെ, അതായത് ഇപ്പം ആ ക്യാമറ ചിലപ്പം കണ്ടിട്ടുണ്ടായില്ലെങ്കിലോ, അല്ലെങ്കിൽ ഇവർ ആ ഫുട്ടേജ് എഡിറ്റ് ചെയ്ത് കളയുവാണെങ്കിലോ, അവരത് അത് എഡിറ്റ് ചെയ്ത് കളഞ്ഞതാണെങ്കിലോ എന്നൊക്കെ ഉള്ള ഈ ആംഗിളിൽ പറഞ്ഞ കുറച്ച് പേരുണ്ടായിരുന്നു. ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടായിരുന്നു. ഇപ്പൊ എന്താന്നറിയോ, ഇപ്പൊ വന്നിട്ട് പറയും അനുമോളുടെ ഫുള്ള് ഡ്രാമയാണ്, ജിസേല് പറഞ്ഞാണ് കറക്റ്റ് ഉം. എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പൊ നിനക്ക് മനസ്സിലായി അതെ. അവളുണ്ടായി പണം. നമ്മളിത് ആദ്യമേ തൊട്ട് പറയുന്ന പറയുന്നത് കാര്യമാണ്. നാടകമൊക്കെ. പലരും പറഞ്ഞോണ്ടിരുന്നു അവളുടെ ഇമോഷൻസ് ഒക്കെ ഭയങ്കര ജെന്യുവിൻ ആണ് എന്നൊക്കെ അതെ. പറഞ്ഞോണ്ടിരുന്നു. എന്നിട്ട് എന്ത് പറ്റി, പുള്ളിക്കാരി തന്നെ പറയുന്നു കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഞാൻ അതെ. ഇത്രയും കഷ്ടപ്പെടുന്നത്. അപ്പൊ അത് അതോടെ അല്ല, തീർന്നു. കുറച്ച് ബുദ്ധി ബോധമുള്ള ആൾക്കാർ കാണുമ്പോൾ മനസ്സിലാവും. അല്ലാത്ത കുറെ പൊട്ടന്മാർക്ക് മനസ്സിലാവത്തില്ലായിരിക്കും. അതിപ്പോ അവർക്ക് എന്തായാലും മനസ്സിലായി കാണും. ഈ മാതിരി തറ വർത്താനവും അവിഞ്ഞ കണ്ടന്റും കൊടുക്കുന്ന ഇത് കണ്ടപ്പോ. അല്ല, ഈ കരച്ചിൽ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, ഈ ഇമോഷൻസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനം. അത് നമ്മള് അത് കാണും എപ്പോഴും കരയുന്ന ഒരാളും, അല്ലെങ്കിൽ അത്രയും ഒരു സിറ്റുവേഷനിലോട്ട് പോയിട്ട് ഒരാൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതും തമ്മിൽ കാണുമ്പോൾ വ്യത്യാസമുണ്ട്. നമുക്ക് ഈ 24 മണിക്കൂറും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാർക്ക് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. അവരുടെ ഉം. ഇമോഷൻസിന് വില ഉണ്ടല്ലോ. പക്ഷെ നമ്മള് അത് അത്രയും ഒരു ഇതിലോട്ട് പോയിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ആകുമ്പോഴത്തേക്കും, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ പോലും തകർന്നു പോകുന്ന ഒരു സാഹചര്യം കാണുമ്പോഴേ നമുക്ക് ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ. ഇപ്പൊ അത് അക്ബറും അക്ബർ ഷാനവാസും കൂടെ ഇരുന്ന് ഷാനവാസ് അത് ഞാൻ ഇപ്പൊ പറയാൻ വന്നു. ആ ഒരു അവര് മൊമെന്റ്. ആ ഒരു മൊമെന്റ് നമുക്കൊരു നല്ല മൊമെന്റ് ആയിട്ട് തോന്നാൻ കാര്യം അതാ. കാര്യം അവരത്രയും എന്താ പറയുന്നത്, ഗുണ്ടകൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ രണ്ടും കിടന്ന് അടിച്ചോണ്ടിരുന്നവന്മാര് അതെ. ആ ഒരു മൊമെന്റിൽ അത് വന്നപ്പോ നമുക്കത് നല്ലൊരു ജെനുവിൻ മൊമെന്റ് ആയിട്ട് തോന്നി. അത് പക്ഷെ ഇനി എത്ര നാൾ കാണുമെന്ന് അറിഞ്ഞൂടാ. ആ അതറിഞ്ഞൂടാ, അതവര് സമാധാനം ഇനി എത്ര നാൾ കാണുമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും കാണുമെന്ന് അറിയുന്നില്ല. പക്ഷെ അവര് എന്നാലും ഒരു പഴയ പോലെ ആയിരിക്കത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം പുള്ളിയുടെ ആ ഒരു ഹെൽത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട്, എന്നാലും അവര് ഗെയിം കളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്കവാറും ഇതൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഈ തള്ളിക്കേറിയുള്ള ഇടിയും അങ്ങനത്തെ പരിപാടിയൊന്നും കാണത്തില്ല. ഉം, പക്ഷെ അവര് ടീമായപ്പം ഒരു രസമുണ്ട്. നല്ല ആ എനിക്ക് സത്യത്തിലുണ്ടല്ലോ എനിക്കിപ്പോ ഈ ആഴ്ചയായിട്ട് എനിക്ക് അക്ബറിനെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി.
കാര്യം ലാലേട്ടൻ പറഞ്ഞ ആ സംഭവം പുള്ളി എടുത്തു. ഈ ഉം. വല്ലാത്ത വർത്താനം പറയുന്നത് പുള്ളി കുറച്ചിട്ട് കറക്റ്റ് പോയിന്റുകൾ പറയാനും ആരേലും അതെ. പ്രൊവോക്ക് ചെയ്ത് വന്നാലും അങ്ങ് ചിരിച്ച് അല്ല വിടുകയോ അക്ബർ അല്ലെ ഇപ്പൊ കറക്റ്റ് ആയിട്ടാ പോകുന്നതെന്ന് എൻ്റെ ഒരു പോന്ന്. ആ എല്ലാം കറക്റ്റ് കാര്യങ്ങളിലാണ് പുള്ളി സൈഡ് പിടിക്കുന്നത്. അതുകൊണ്ട് എല്ലാം കറക്റ്റ് എനിക്കിപ്പോ ഒരു ടോപ്പ് 5 കണ്ടസ്റ്റന്റ് ആയിട്ട് അക്ബറിനെ തോന്നുന്നു. നല്ല നല്ല ഗെയിം ഇപ്പൊ പുള്ളി എനിക്ക് പൊക്കോണ്ടിരിക്കുന്നത്. ഷാനവാസിനെക്കാളും ഇപ്പൊ അക്ബറിനെ ഇഷ്ടം. അതാണ്. പക്ഷേ ഏറ്റവും മികച്ച ഗെയിമർ നമ്മുടെ അനുമോൾ തന്നെയായിരിക്കും. അതില് അതെ തർക്കമൊന്നുമില്ല. ഈശ്വര ഈ ആഴ്ചയെങ്കിലും പുറത്താക്കിയാൽ മതിയായിരുന്നു. പുറത്താവത്തില്ലായിരിക്കും അല്ലേ? പക്ഷെ സീസൺ 3 ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അവരെ ഇങ്ങനെ ഈ തെണ്ടിത്തരം അവർ പറയും, ഞങ്ങൾ ഇപ്പൊ പറയും, ഫിറോസും ഇപ്പൊ സജിനും പറയും, ഇപ്പൊ പൊട്ടിക്കുന്നു പറഞ്ഞു, ഉം. എന്നിട്ട് അവരെ പുറത്താക്കി. അപ്പൊ ഇങ്ങനെ അങ്ങനെ ഇപ്പൊ തോന്നിയാസീര്. നീ അങ്ങ് ആ പറയണ്ട. അതെ, അങ്ങനെ ആകുമ്പോ ഇല്ലാക്കാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളെ പുറത്താക്കണ്ടേ? പക്ഷെ അത് പുറത്തെ കാര്യം കൂടെ ആണല്ലോ. പുറത്തെ കാര്യം പറയരുതെന്നുള്ള റൂള് വെച്ചിട്ടല്ലേ അവരെ അവര് പുറത്താക്കി. പറഞ്ഞില്ലല്ലോ, പറയും പറയും എന്ന് പറഞ്ഞില്ലേ ഉള്ളൂ. പറയൂന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിന് പറഞ്ഞു വിട്ടു. ആ അതേ ഉള്ളൂ. പക്ഷെ അത് ഇവരെ എന്തായാലും ഇവളെ പക്ഷെ പുറത്തെടുത്താൽ നന്നായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മസ്താനീനൊക്കെ എടുത്ത് വെളിയിൽ കളയണം. കാര്യം ഇപ്പൊ അവള് പുറത്തെ ആ കാര്യങ്ങളൊക്കെ വന്ന് അവരുടെ അടുത്ത് അത് പറഞ്ഞുകൊണ്ടിരുന്നു. മാത്രമല്ല ഇവര് കളർ കോഡിംഗ് ഒക്കെ ചെയ്തിട്ട് അതായത് പച്ചയാണെങ്കിൽ പോസിറ്റീവ് ചുമലയാണെങ്കിൽ നെഗറ്റീവ് എന്നുള്ള രീതി പുല്ലേലൊക്കെ തൊട്ട് കാണിച്ച് അങ്ങനെയൊക്കെ ഇവര് അകത്തുള്ള ആൾക്കാർക്ക് മെസ്സേജുകൾ കൈമാറി ഉം. ബിഗ് ബോസ് കുറെയൊക്കെ അങ്ങ് അനുവദിച്ച് വിട്ട്. പക്ഷെ എന്നിട്ട് കഴിഞ്ഞ ദിവസം ജിസേലിനെ മറ്റേ ചപ്പാത്തി വരത്തിയപ്പം മറ്റേ തവിയിട്ട് ചൊറിഞ്ഞതിന്റെ കാര്യം അവള് പറയാൻ വന്നതാ. ആര്? മസ്താനി? മസ്താനി. അതായത് ജയിലില് ഇവര് രണ്ടുപേരും മറ്റേ നിർബന്ധിത ജയിൽവാസം ഉണ്ടല്ലോ. ആ, ഒരു ആ. 2 മണിക്കൂറ്. അത് അതിന് വേണ്ടി ജിസേലിനുള്ള ടോർച്ചറാണ്. ആ. ഉം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അനുമോളിനെ എക്സ്പോസ് ചെയ്യുവാണ് നെറ്റൊരു ചെയ്തോണ്ടിരിക്കുകയാണ്. ആ. പുള്ളിക്കാരി ആ. ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അത് ജിസേൽ ഇങ്ങനെ അനുമോളുമായിട്ടുള്ള കോൺവെർസേഷനിൽ ഇങ്ങനെ അതായത് ഈ റെനയൊക്കെ അവിടെ വന്ന് ഇരിപ്പുണ്ട്. അപ്പം ശൈത്യയുടെ കാര്യം പറഞ്ഞു. ശൈത്യ അത് ബെസ്റ്റ് ഫ്രണ്ട് പോലെ ഇപ്പൊ കൂടെ ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ റെന ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ശൈത്യയാണ് പുള്ളിക്കാരിയുടെ പുറകെ നടക്കുന്നതെന്നുള്ള രീതി അനുമോള് ഉം. പറഞ്ഞു. ഉം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദിലയൊക്കെയാണ് ഇതിന് കോംപ്രമൈസിന് ശ്രമിച്ച് പറഞ്ഞ് ശൈത്യനെ വിളിച്ചുകൊണ്ട് വന്നത്. അപ്പം ജിസേൽ ഉടനെ ആണോ ശൈത്യ അങ്ങനെയാണോ എന്നുള്ളത് ചോദിച്ചിട്ട് ശൈത്യ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് അവരവിടെ കിടന്ന് ഒരു ഇത് പൊക്കോണ്ടിരിക്കുക. ആ സമയത്താണെന്ന് എനിക്ക് തോന്നുന്നത്. അന്നേരം ഇങ്ങനെ എന്തോ ഫുഡിന്റെ ഒക്കെ ഏതാണ്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഈ മസ്താനി അവിടെ ഇരിപ്പുണ്ട്. മസ്താനി അന്നേരം പറഞ്ഞു എന്താ പറയുന്നത് ഇവളിങ്ങനെ വലിയ ഷോ ഒന്നും കാണിക്കണ്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവോ എന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞുകൊണ്ട് വരിക. അതായത് വലിയ വായ്ത്താളം അടിക്കണ്ട, നീ എന്തോ ഫുഡിന്റെ കാര്യത്തിൽ നീ എന്തോ നിന്റെ വൃത്തിയൊക്കെ ഞങ്ങൾക്ക് അറിയാന്നുള്ള രീതിയിൽ എന്തോ പറയാൻ വേണ്ടി വന്നതാ. അപ്പൊ ഉടനെ ബിഗ് ബോസ് പറഞ്ഞു, മസ്താനി പുറത്തുള്ള കാര്യങ്ങൾ ഓയ്. പറയരുതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അത് അകത്തുള്ള കാര്യമില്ലേ? പക്ഷെ ഇവള് പുറത്തുനിന്ന് കണ്ടിട്ട് വന്നിട്ട് പറയുന്നതാണല്ലോ. അത് ഇവർക്ക് അങ്ങനെയാണ് അറിഞ്ഞൂടല്ലോ. ഇവളെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇവളെല്ലാം പറഞ്ഞു അതാ കഴിഞ്ഞു. അതാ എല്ലാം പറയണ്ട. അതായത് ഈ കാര്യങ്ങളൊക്കെ പറയേണ്ട കാര്യങ്ങളൊക്കെ അവളെ കൊണ്ട് പറയിപ്പിച്ചു. അന്നേരമൊക്കെ കണ്ടിങ്ങനെ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ പിന്നെന്താ. ഇങ്ങനെ നീ ആവശ്യമില്ലാതെ കൂടുതൽ കാര്യങ്ങൾ അങ്ങനെ ഇപ്പം മൊഴിയണ്ട എന്നുള്ള രീതിയിൽ ഉം. അവരത് സ്റ്റോപ്പ് ചെയ്തു. അത് ഈ എന്നാലും ഈ എന്താ പറയുക ഈ സംഭവം ഭയങ്കര ഒരു ഡെമോൺസ്ട്രേറ്റ് ഒക്കെ ചെയ്ത് കാണിച്ച് കണ്ടപ്പോ തന്നെ തൊലി ഉരിഞ്ഞു പോയി, എനിക്ക് ഛർദിക്കാനാവുന്നു. എനിക്കതിന് മുന്നത്തെ ദിവസം തന്നെ ഈ നൂറയും മറ്റേ റെനയുമായിട്ടുള്ള ഈ സംഭാഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിങ്ങനെ മടുത്തു പോയായിരുന്നു. എന്തോ ഒരു ഇതിപ്പോ എന്തോ പൂമ്പാറ്റകൾ ഭയങ്കര ഗെയിമേഴ്സ് ആണെന്നുള്ള രീതിയിലാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എന്തോ അവരോട് നെവിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അവനെ ട്രിഗർ ചെയ്ത് പുറത്താക്കി. അല്ലാണ്ട് നൂറ ഫയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തോ അനീഷ് പറയുന്ന പോലെയൊക്കെ തന്നെയാണ് നൂറ ഇവിടെ കാണിക്കുന്നത്. ഉം. അതായത് ഇങ്ങനെ ഒരാള് സംസാരിക്കാൻ വരുമ്പോഴത്തേക്ക് പറഞ്ഞ കാര്യം പിന്നെ ഇങ്ങനെ എടുത്ത് ചോദിക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതങ്ങനെ ഭയങ്കര എന്താ പറയുന്നത് പോയിന്റ് ആയിട്ട് വെച്ച് പറയുന്ന വർത്താനമൊന്നും ഇല്ല. പക്ഷെ എന്നിട്ട് ഇവര് ഭയങ്കര നൂറ ഭയങ്കര ഫയറാണ്. റെനേനെ പൊളിച്ചടുക്കി. ഉം. എന്തുവാ പൊളിച്ചടുക്കിയത്? ഒന്നും ആ, പൊളിച്ചടുക്കിയൊന്നുമില്ല. ചുമ്മാ എത്ര നാൾ റെന അനുമോളുടെ ഫ്രൈ പുറകെ നടക്കുമല്ലായിരുന്നു? റെന ഫ്രൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞ് അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ ബോയ് ഫ്രണ്ടിനെ ഷെയർ ചെയ്യത്തില്ല എന്ന് പുള്ളിക്കാരി പറഞ്ഞു. കാര്യം അത് ആ രീതിയിൽ ഷെയർ ചെയ്യുമോ എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. അതായത് ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് അതൊരു കണ്ടന്റ് ആയിട്ട് കൊണ്ടുവരണ്ട എന്നുള്ള ഉം. രീതിയിൽ. അപ്പൊ എന്താ അവന് നിങ്ങൾ കപ്പിളായിട്ടല്ലേ പെയറായിട്ടല്ലേ വന്നതെന്ന് പറഞ്ഞപ്പം ആലിബിന് വരാൻ പറ്റാത്തത് അവന്റെ കഴിവില്ലാത്തതുകൊണ്ടാണ് അത് എന്നൊക്കെ. ഇവര് വലിയ ഇവർക്കെന്താ ആൾക്കാരൊക്കെ കഴിവ്? ഉണ്ടല്ലോ. ഇവരെന്തോ ഇല്ല ലെസ്ബിയൻ ആയതാണോ ഇവരുടെ കഴിവ്? അല്ലാതെ അത് പ്രശ്നം?
അല്ല ഇവര് ലെസ്ബിയൻസ് ആയതുകൊണ്ട് തന്നെ ആൾക്കാരെന്താ പറയുന്നത് അവരിപ്പോ പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കും എന്നുള്ള രീതിയിൽ കാര്യം അവര് പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നവര് നമ്മുടെ ഈ സാധാരണഗതിയിലുള്ള സോഷ്യൽ നോംസിന് അപ്പുറം പോയവരെന്നുള്ള രീതിയിൽ ആൾക്കാർ ഇവരിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉം. പക്ഷെ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ സെക്ഷൽ പ്രിഫറൻസ് അതായതുകൊണ്ട് അവർ ഒന്നിച്ചു. അല്ലാണ്ട് സമൂഹത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ അവർ ഒന്നിച്ചത്. അതെ. അപ്പൊ അവർക്ക് അവരുടെ നിങ്ങൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ ഒരു ഇതുണ്ടല്ലോ കുറെ നാള് നമ്മളെ ബുള്ളികൾ ഉണ്ടാവുന്നത് തന്നെ മറ്റുള്ള ബുള്ളികളിൽ നിന്നാണെന്നുള്ള രീതി. അതായത് ഒരാളെ ബുള്ളി ചെയ്ത് അയാളെ പിന്നീട് ഭാവിയിൽ മറ്റൊരു ബുള്ളിയായി മാറുന്ന പരിപാടിയില്ലേ അതുപോലെയൊക്കെ ഉം. തന്നെ ഇവര് കാര്യം ഇവര് നാട്ടുകാർ മുഴുവൻ സൈബർ ആക്രമണം നടത്തി ഓരോ വേണ്ടാത്ത വർത്താനമൊക്കെ പറഞ്ഞ് അതിനെയൊക്കെ പ്രതിരോധിച്ച് അവര് ഇപ്പൊ ഈ പരുവത്തിലായെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയും ഇവരുടെ വായിൽ നിന്ന് വരുന്ന ഒന്നും അങ്ങനെ ഒരു അവര് കൺസിഡർ ചെയ്യേണ്ട കാര്യം പ്രത്യേകിച്ച് അവരുടെ ഇതിലും പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാർ ഇപ്പൊ നിവിന് നട്ടലില്ല അല്ലെങ്കിൽ ആലിബിന് കഴിവില്ല എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറയുന്നതും അങ്ങനത്തെ കുറെ വർത്താനം ഞാൻ ഏതാണ്ടൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറെ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ട് എല്ലാം കൂടെ അങ്ങോട്ട് കുഴഞ്ഞു മറിഞ്ഞ് ഇരിക്കുകയാണ്. ഈ ആലിവിന്റെ അനുവിന്റെ ആലിവിന്റെ ഉം. പറയ്ക്ക് മാനുഫാക്ചർ ഡിഫക്റ്റ് ഉണ്ടെന്ന് അങ്ങനെ വല്ല പറഞ്ഞു. അത് കഴിക്കതാണ് പറഞ്ഞു. ആ അത് ഇവരല്ല പറഞ്ഞ മസ്താനിയ. മസ്താനിയാണോ? ആ അടുത്ത ആരാ പറഞ്ഞത് ഞാൻ ആലോചിക്കാൻ. അല്ല അതെന്താന്നറിയോ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഈ ഇവർക്ക് ഈ മറ്റേ പണി വേഴ്സസ് തുണി എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ. അപ്പൊ അതില് ആ പണിപ്പുരയെ പോയിട്ട് ഒന്നെങ്കിൽ പണി എടുക്കാം അല്ലെങ്കിൽ ഇവരുടെ തുണി എടുക്കാം എന്നുള്ള അതായത് മറ്റ് കണ്ടസ്റ്റൻസിനുള്ള പണി അല്ലെങ്കിൽ ഇവർക്കുള്ള തുണി. അത് മീഡിയം സൈസ് ബോംബ് വലിയ ബോംബ് ചെറിയ ബോംബ് വലിയ വെടി 4 ചെറിയ വെടി 4 എന്നൊക്കെ പറയുന്ന പോലെ കുറെ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് കിട്ടിയ ഒരെണ്ണത്തിന്റെ അകത്ത് ലാലേട്ടനെ 2 ആഴ്ച കാണാൻ പറ്റത്തില്ല. അത് നല്ലൊരു അത് ലാലേട്ടന് ഒരു സമാധാനം കൊടുക്കുന്ന ഒരു സാധനമായിരിക്കും. അത് 2 ആഴ്ച ആക്ച്വലി കുറച്ച് കുറഞ്ഞു കിട്ടുമല്ലോ. അത് ആക്ച്വലി ഈ പ്രാവശ്യം നല്ലത് നമ്മുടെ അനുമോൾക്കായിരുന്നു. കാണാൻ വരുന്നത് അനുമോൾക്കായിരുന്നു. ചെറിയൊക്കെ ഉണ്ടായിരുന്നു. അത് ശരിയാ. പക്ഷെ അതവര് കൊടുത്തില്ല. അത് നന്നായി. കാര്യം ഈ നന്നായി. കണ്ടന്റ് പറയാനുണ്ടല്ലോ. അതെ. അതുകൊണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ നമ്മൾ ഈ ആഴ്ചത്തെ കണ്ടന്റേ പോയായിരുന്നു. എല്ലാവരുടെയും വൈബ് പോയേനെ. മാറിയേനെ. ആഹ്. അപ്പം അതിന്റെ അകത്ത് ഇപ്പൊ റെനയ്ക്കും ഷാനവാസിനുമാണ് അത് കിട്ടിയിരിക്കുന്നത്. അപ്പം റെന എന്ത് ചെയ്തു? റെന പറഞ്ഞു എന്തായാലും ലാലേട്ടനെ കാണാൻ പറ്റുന്നില്ല. അപ്പം ഞാനിത് വീക്കെൻഡിൽ പറയാനിരുന്നതാണ്. അതായത് മസ്താനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരിനെ മിഡിൽ ഫിംഗർ കാണിക്കുന്നു. അത് മിഡിൽ ഫിംഗർ ആയിട്ട് ഇങ്ങനെ കാണിക്കാതെ ഇപ്പൊ ലിപ്സ്റ്റിക് ഇടുന്ന പോലെ അങ്ങനെ ഓരോ ആക്ഷൻസിലൂടെ വൾഗർ ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നു. അതിന് പുറമെ റെന ഇങ്ങനെ ചോദിച്ചു അതായത് മസ്താനിയുടെ നടുവിരലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പം എന്റെ നടുവിരലിനല്ല നിന്റെ ആ, നിന്റെ ആലിബിന്റെ ആലിബിന്റെ പീനട്ട് എന്നാണ് പറഞ്ഞത്. അതായത് അതിന്റെ മലയാളം ആ അപ്പൊ അന്തിക്കാണ് ആലിബിന്റെ അണ്ടിക്കാണെന്ന് പറഞ്ഞു കാണുമായിരിക്കും. അതിനാണ് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു എന്നുള്ള രീതിയിൽ. അപ്പം പക്ഷെ ഞാൻ ലൈവ് കണ്ടോണ്ടിരുന്നപ്പോഴേ കാണുമല്ല ലൈവ് ഞാൻ കേൾക്കാറാണ് പതിവ്. അതും യൂട്യൂബ് നമ്മുടെ ഹോട്ട്സ്റ്റാറിന്റെ ഒരു ലോക പരാജയം എന്ന് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഈ പുറത്തുള്ളവർക്ക് ഈ ഷോ കാണാൻ പറ്റാത്തൊരു ഒരുമാതിരി വൃത്തികെട്ട ഇടപാടാണ്. അതെന്ത് ഇവര് ഫിക്സ് ചെയ്യാതെ അതെന്തോ ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സിന്റെ പ്രശ്നം കൊണ്ടാണെന്നാണ് പറയുന്നത്. കാര്യം പുറത്തല്ലേ ഇവർക്ക് ഈ നാട്ടിലുള്ള പോലെ തന്നെ ഈക്വലന്റ് ഇതിൽ തന്നെ പുറത്തും ഇവർക്ക് ഒരുപാട് പേര് കാണാനിരിക്കുന്നതാണല്ലോ ഈ ഷോ. അപ്പൊ ഇത് പുറത്തുള്ള കുന്തത്തിന്റെ അകത്ത് നോട്ട് അവൈലബിൾ ഇൻ യുവർ റീജിയൻ അത് VPN ഒക്കെ ഇട്ട് പിന്നെ എന്തൊക്കെയോ നാട്ടിലെ ഇത് നമ്പർ വെച്ചിട്ടൊക്കെ അങ്ങനെ ഈ ഒരുപാട് കടമ്പകൾ കടന്ന് ആൾക്കാരെ കാണിക്കുക. അതും വല്ലവനൊക്കെ യൂട്യൂബിൽ വല്ല ലൈവ് സ്ട്രീമും ചെയ്താലേ വല്ലതൊക്കെ നമുക്കാണെ മനുഷ്യന് വോട്ട് കാണും. ചെയ്യാനും പറ്റില്ല. വോട്ടിങ്ങും പറ്റത്തില്ല കാണാൻ പറ്റണ്ടേ കാണാൻ എപ്പിസോഡ് പിന്നെ പറ്റില്ല, എങ്ങനെയാണ് വോട്ടും യൂട്യൂബിൽ ചെയ്യണം. വല്ലതൊക്കെ ഇട്ട് കാണാന്നൊക്കെ. ലൈവ് കാണാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പരിപാടിയില്ല. അതും വല്ലവനും സ്ട്രീം ചെയ്ത് കഴിഞ്ഞാൽ ഹോട്ട്സ്റ്റാറിന്റെ കണ്ടന്റ് ആണല്ലോ അതുകൊണ്ട് അവർ കോപ്പിറൈറ്റ് അടിച്ചു കൊടുക്കും. അവന്മാരുടെ ലൈവ് സ്ട്രീം നിൽക്കും. ഇത് ഞാൻ ലൈവ് കാണാൻ നോക്കുമ്പോഴത്തേക്കൊക്കെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു സംഭവത്തിലോട്ട് ഇങ്ങനെ വരികയായിരിക്കും. അന്നേരത്തേക്ക് സ്ട്രീം എൻഡ് പരിപാടി തീർന്നു. അത് മാത്രമല്ല ഈ ലൈവിന്റെ അകത്ത് ഇവന്മാര് എഡിറ്റിംഗ് ഏതാണ്ടൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അത് പ്രോപ്പർ എഡിറ്റിംഗ് അല്ല. അതായത് ഒരു കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ബാക്കി കാണിക്കേണ്ടതിന് പകരം വേറെ ഇതിലോട്ട് പോവുക. അപ്പൊ അവിടെ എഡിറ്റിംഗ് എന്താ കൊള്ളത്തില്ല. നടന്നത് തലയും പാലും ഇല്ലാത്ത പോലത്തെ എഡിറ്റിംഗ്. അതെ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഇത് കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ആദ്യം പിടികിട്ടിയില്ല എന്തുവാണ് ഈ ഞാൻ ഓർത്ത് ഇനിയിപ്പം എന്റെ നടുവിരലിനല്ല നിന്റെ ഫിംഗറിങ് വിരലിനാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ ഞാനത് ആദ്യം ഓർത്തെ.
അങ്ങനെ ഏതാണ്ട് പറഞ്ഞത്. കാര്യം എന്താ പറഞ്ഞെന്നുള്ളത് മ്യൂട്ടാണ്. ഇവരെല്ലാം കൂടെ അയ്യേ എന്ത് വർത്താനം ഇതെന്ന് പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞു ഇത് അങ്ങനെയായിരിക്കും പറഞ്ഞത്. പിന്നെന്തോ പീനട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി. മസ്താനി വെറും ഒരു ഊളയാണ്, വെറും ഒരു ഊള. തറയാണ്. അല്ല വെറും ഒന്ന് തറ. ആലോചിക്ക്, ഈ ലാലേട്ടൻ എങ്ങനെ ഈ വീക്കെൻഡിൽ വന്നിട്ട് ഈ അതെ, കുണ്ണ വർത്താനത്തിലേക്ക് എങ്ങനെ ചോദിക്കും പുള്ളി? വെറും ഒരു ലോ ഇതൊക്കെ എങ്ങനെ ക്ലാസ്. പുള്ളി വന്നിട്ട് ഒരു ഒന്നുമില്ലേലും പുള്ളി ഒരു കംപ്ലീറ്റ് ആക്ടർ അല്ലേ, മലയാളത്തിന്റെ മഹാനടനല്ലേ, അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ അകത്ത് അതെ, വന്ന് ഈ ആ പ്രോമോയിലൊക്കെ അഭിനയം ഒന്ന് കാണണം. പ്രൊമോയില് മാത്രമേ ഉള്ളൂ. എടാ പ്രൊമോയില് എനിക്ക് മാത്രമേ ഉള്ളൂ, തോന്നി വേറെ ഒന്നുമില്ല. അതാണ്. നമ്മുടെ ആര്യൻ ഒരിക്കൽ ബിഗ് ബോസിന്റെ റിവേഴ്സ് സൈക്കോളജിയാണ് എന്ന് അതെ, പറഞ്ഞിട്ട്, നിന്റെ ഗെയിം ഒന്നും എന്റെ അടുത്ത് നടക്കില്ല ബിഗ് ബോസ്, അതെ, നിന്റെ റിവേഴ്സ് അറിയൊക്കെ എനിക്ക് അതെ. മനസ്സിലായി എന്ന് പറഞ്ഞില്ലേ. അതുപോലെ എനിക്ക് തോന്നുന്നു ഇവർ ഈ ബിഗ് ബോസിന്റെ പ്രോമോയ്ക്കകത്ത് മറ്റേ കരച്ചിൽ കാർഡ് വലിച്ചു കീറും, എന്നിട്ട് ഇപ്പൊ ബോട്ടിലിൽ കരച്ചിലും കൂടെ വെള്ളം നോക്കും. നിറയ്ക്കുന്ന ടാസ്ക് ഒക്കെ കൊടുത്താൽ കമ്മിറ്റിക്കും കിട്ടും പണി. അതെ, എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഇവരുടെ ഈ 7ന്റെ പണി എന്നുള്ളത് ഈ റിവേഴ്സ് സൈക്കോളജി ആണെന്ന് തോന്നുന്നു. കാര്യം ഈ സീസണിൽ ഇവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞായിരുന്നു. ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ പ്രോമോയ്ക്കകത്ത് പറഞ്ഞ പോലെ എനിക്കിപ്പോ തോന്നുന്നു. അതെ, എല്ലാം ഉണ്ട്. നാട്ടുകാരെ അതിനകത്ത് കാണിക്കാൻ പറഞ്ഞ എല്ലാ സാധനവും ഉണ്ട് അതിനകത്ത്. എല്ലാം ഇപ്പൊ നോക്ക്, പെങ്ങളൂട്ടി മാത്രമേ ഇല്ലാത്തുള്ളൂ കേട്ടോ. പെങ്ങളോട്ട് പെങ്ങളൂട്ടി ഇനിയിപ്പോ ആരുടെങ്കിലും ഒക്കെ ഇറങ്ങി ആയിക്കോളും, വരുമായിരിക്കും. അതെ. വരുമായിരിക്കും. അത് മാത്രമേ ഉള്ളൂ. അതില് ഗ്രൂപ്പിസം, ഉം. കരച്ചിൽ കാർഡ്, പരദൂഷണം. വിക്ടിം കാർഡ്, ഉം. പരദൂഷണം, പിന്നെന്താ നന്മ മരം, അതെ, പിന്നെ വേറെ ഒറ്റപ്പെടും. ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഉം. പിന്നെ കമ്മിറ്റിക്കും കിട്ടും പണി എന്ന് പറഞ്ഞ് ലാലിച്ചനും പഴയ ഉം. ലാലിച്ചൻ പോലെ തന്നെ ഒരു അതെ, അതെ, മാറ്റമില്ല. ഒരു മാറ്റമില്ല. ബിഗ് ബോസ് ആണെങ്കിൽ ടാസ്ക് എന്ന് പറഞ്ഞാണേലും ഒന്നും കൊടുക്കുന്നുമില്ല, ഇല്ല, കൊടുക്കുന്നതാണേലും അത്ര വലിയ സുഖമുള്ള ഒന്നുമില്ല. ഒരു പണിപ്പറിയുണ്ട്, അത് ആ മാത്രമേ ഉള്ളൂ. പണിപ്പുര ഇന്നലെ ഇന്നലെ ആരാണ്ട് പോയിട്ട് ആരാ മറ്റേ പെണ്ണുമ്പുള്ള മറ്റേ പുതിയ പെണ്ണ്, എന്താ പെണ്ണ് വീണ്, ലക്ഷ്മി. ലക്ഷ്മിയാണോ? ലക്ഷ്മി നേരെ പോയിട്ട് ഉം. ബോംബും കൂടെ പറിച്ചോണ്ട് വന്നു. അത് അതിന്റെ അകത്തുള്ള എല്ലാരും ഊക്കി വിടുകയും അതെ, ചെയ്തു. സെറ്റ് ചാണ്ടി പിടിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ബോംബ് എടുക്കാൻ പറഞ്ഞപ്പോ അവിടെ കെട്ടിത്തൂക്കിയിട്ടിരുന്ന ബോംബെല്ലാം കൂടെ പെറുക്കിയെടുത്ത് പൊട്ടം. അത് പക്ഷെ പിന്നെ അവര് കളിയാക്കാൻ ചെയ്തു. എനിക്കുണ്ടല്ലോ പുള്ളിക്കാരി എന്തോ എനിക്കൊരു എന്തോ ഒരു നേരമുള്ള പോലൊക്കെ തോന്നും. പക്ഷെ ചില സമയത്ത് ഇങ്ങനത്തെ ഓരോ മണ്ടത്തരങ്ങൾ പറയുന്ന പോലെ തോന്നും. പുള്ളിക്കാരിയുടെ ഒരു ഏറ്റവും വലിയ പ്ലസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര അജിറ്റേറ്റഡ് ആയിട്ട് ഓപ്പോണന്റ് വന്ന് പറഞ്ഞാലും സംസാരിച്ചാലും ഉം, കാമായിട്ട് നിന്ന് പോയിന്റ് ആയിട്ട് പറയും. പക്ഷെ പറയുന്ന പോയിന്റില് കാര്യമൊന്നും പ്രശ്നമാണ്. ഇല്ല പക്ഷെ എന്നുള്ളതാണ് ഇന്നലെ കുഴപ്പം. പറഞ്ഞ പോയിന്റൊക്കെ നല്ലായിരുന്നു. മറ്റേ ജിഷിന്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും മറ്റേ അനീഷിനെ പറഞ്ഞില്ല. അതുകൊണ്ടായിരിക്കും എന്റെ ഭാര്യ ഇട്ടിട്ട് പോയത്. അപ്പൊ നീ അത് തന്നെയല്ലേ മയിരേ, നീയും ഡിവോഴ്സ് ചെയ്ത് നിൽക്കുവല്ലേ. അത് വൈ, പക്ഷെ ഇങ്ങനെ പോട്ടെ. പുള്ളിക്കാരി ഇപ്പൊ സെൽഫ് കോൺട്രഡിക്റ്റിംഗ് ആയിപ്പോയി. പക്ഷെ അതെന്താ? മറ്റുള്ളവരുടെ ഫാമിലിയെ പറ്റി പറയരുതെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇവന്റെ ഫാമിലിയെ പറ്റി അത് പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞല്ലേ പറഞ്ഞേ. അവളത് അല്ല, പറഞ്ഞു കഴിഞ്ഞാ പറഞ്ഞേ. ഇവൻ അതാ ഞാൻ ഒന്ന് പറഞ്ഞേ. പറഞ്ഞു കഴിഞ്ഞാ ഇവള് പറഞ്ഞു മറ്റേ എന്താ കൊച്ചിനെ കാണാൻ പറ്റാത്ത രണ്ട് കാര്യമൊക്കെ. അല്ല അതെ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഇപ്പൊ മനീഷിന്റെ കുടുംബത്തെ പറ്റി പറയരുത്, വേറൊരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിടരുതെന്ന് പറഞ്ഞിട്ട് ജിഷിന്റെ പേഴ്സണൽ കാര്യങ്ങൾ, അതും തലേദിവസം പുള്ളിക്കാരിയോട് പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് പുള്ളിക്കാരി ഇട്ടല്ലോ. അപ്പൊ അത് എടാ അത് ഇവൻ അങ്ങോട്ട് കോൺട്രഡിക്റ്റിംഗ് ചോദിച്ചു. അല്ലേ എന്ന്. അവൻ അങ്ങോട്ട് പറഞ്ഞു പറയിച്ചതാ. അവൻ അങ്ങോട്ട് പറഞ്ഞു എന്തോ നീ എന്തിനാ പിന്നെ എന്റെ കാര്യം ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞു. അന്ന് അതിട്ടൊക്കെ അങ്ങനെ പറയിച്ചതാ. കാരണം ഇവൻ ആദ്യം പറയും അനീഷിനെ പറയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറയും നേരണ്ട് പറയാം. അന്നേരം ഇവള് അതിനിതായിട്ട് പറഞ്ഞു. എന്നാ അങ്ങനെയാണ് പിന്നെ ഞാനും ഞാനും ഇത് പറയാന്നുള്ള. പറയും മയിരേ എന്ന് പറയാം. അത്രേ ഉള്ളൂ. അല്ല അപ്പൊ പുള്ളിക്കാരുടെ പോയിന്റിന് അത് പറഞ്ഞത് ഓക്കെയാണ്, പക്ഷെ ആ, പുള്ളിക്കാരുടെ തന്നെ അത് പോയിന്റിന് അത് പറയല്ലെന്നു കോൺട്രഡിക്റ്റിംഗ് പറയുമെന്ന് ആണല്ലോ. പറഞ്ഞാൽ പിന്നെ എന്നാ നീയും പിടിച്ചോ മയിരേ, അത്രേ ഉള്ളൂ. അതെ, അതങ്ങനെ അത് തന്നെ ശരിയാണ്. വേണമെന്നാണ് അപ്പൊ എന്റെ ഒരു പുള്ളിക്കാരി ആ തെറ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അവസ്ഥ. പക്ഷെ തെറ്റ് അവരത് ചെയ്യുമ്പോൾ നമ്മൾ വേണമായിരുന്നു. തെറ്റ് ചെയ്യണം. കാര്യം അതെ, അല്ലേ, അവര് സ്വന്തം കാര്യം മയിലുകളാണ്. ഓർക്കാണ്ട് ഒരു കാര്യമില്ലാതെ അതെ, വെറുതെ അല്ല നിന്റെ ഭാര്യ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞപ്പോ പിന്നെ അതെ, നീ ഭയങ്കര യോഗ്യൻ. അതെ, അവനും ഡൈവോഴ്സ് ചെയ്ത് നിൽക്കുക. ഡിവോഴ്സ് ചെയ്ത് ചുമ്മാ നിൽക്കുകയാണ്. ആന പഠിക്കാൻ മാത്രല്ല പുള്ളിക്കാരൻ. ഒരു പുള്ളിക്കാരന്റെ കൊച്ചിനെ പൊട്ടനാ അത്. കണ്ടിട്ട് വർഷം. അത് എനിക്ക് വന്ന ദിവസം തന്നെ മനസ്സിലായി, ഒരു ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഇതാണെന്നുള്ള രീതിയിൽ. ഒരു കാര്യമില്ലാതെ ചുമ്മാ, അത് മാത്രല്ല ഡെമോൺസ്ട്രേറ്റ് ഒക്കെ ചെയ്തു കൊടുക്കുക എന്തുവാ. എന്നിട്ട് ഉം, ആ ഇപ്പം മറ്റേ വീഡിയോയ്ക്കകത്ത് ജിസേല ബെഡിൽ നിന്ന് എഴുന്നേക്കുമ്പോ പുള്ളിക്കാരിയുടെ ടോപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഉം, അതിപ്പോ ആരായാലും നമ്മളാണെങ്കിലും എന്താ പറയുന്നത്, വല്ലയിടത്ത് ഇരുന്നിട്ട് എഴുന്നേക്കുമ്പോഴോ അല്ലെങ്കിൽ കിടന്നിട്ട് എഴുന്നേക്കുമ്പോഴോ ഒക്കെ നമ്മുടെ ഡ്രസ്സ് അഡ്ജസ്റ്റ് ചെയ്യും. ഉം. അത് വെച്ചിട്ട്
പറഞ്ഞിട്ട് അതവൻ കാര്യമില്ലടാ. അത് കാണിച്ച രീതിയൊക്കെ കണ്ടു. എന്തോ എന്റെ ഒരു ഒരിതില് അത്യാവശ്യം ബോധവും ബുദ്ധിയുള്ള ആൾക്കാര് അല്ലെ കുറച്ച് ലോകവിവരമുള്ള ആൾക്കാരൊന്നും എല്ലാരും ഇതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. ഈ ഈ ഈ വെറും കൂത്തറകളുണ്ടല്ലോ. കൂത്തറകൾ, അതായത് ഈ ലോകവിവരമൊന്നും ഇല്ല, ഇങ്ങനെ അസൂയ മൂത്ത് നടക്കുന്ന കുറേ ഇതുണ്ടല്ലോ, ലോ ക്ലാസ് മൈരന്മാര്. അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അവരോട് പറഞ്ഞാലും മനസ്സിലാവത്തുമില്ല. അവര് പിന്നെ ന്യായീകരിച്ചോണ്ട് അത്രയ്ക്കുള്ള ബുദ്ധിയേ ഉള്ളൂ. മനസ്സിലായോ? ബാക്കി ഞാൻ അത്യാവശ്യം അറിവും കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഇതിനെ എതിർക്കുന്നുണ്ട്. അത് മതി. ഞാൻ ഈ കമന്റിന്റെ അകത്ത് ഇതുപോലെ ഒരെണ്ണം കണ്ടു. അത് ഞങ്ങളൊക്കെ കണ്ടു ലൈവിന്റെ അകത്ത്. ഉം. അവള് ഇത് ചെയ്യുന്നത് അത് എന്ന് പറഞ്ഞുകൊണ്ട് അത് ആ കമന്റ് എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല, അത്രയും വൃത്തികെട്ട ഒരു കമന്റാണ്. ഉം. നീ എന്ത് തേങ്ങയാ കണ്ടത്? ഞങ്ങള് കാണാത്ത എന്ത് കിണ്ടിയാണ് നീ കണ്ടത്? അതെ. എന്നിട്ട് ചിലര് പറയുന്നത് അത് ക്യാമറയിലെ ആംഗിളിൽ വന്നിട്ടുണ്ടാവില്ല, പുതപ്പിനടിയിൽ എങ്ങനെ ക്യാമറ കാണുന്നത്, ഉം. പുതപ്പിനടിയിൽ ക്യാമറ കാണാത്ത എങ്ങനെ അനുമോള് കണ്ടത്, അവക്ക് അതെ. എക്സ്റേ വിഷൻ വല്ലതും ഉണ്ടോ അതാണ് അനുമോൾ. പുതപ്പിനകത്ത് കാണാനായിട്ട്? എന്നിട്ട് ആ ഇത് പുള്ളിക്കാരി തന്നെ പറയുന്നു. അനുമോളെ റെപ്രസെന്റ് ചെയ്യുന്ന കുറെ ലോ ക്ലാസ് ആൾക്കാരുണ്ട്, അവര് സപ്പോർട്ട് ചെയ്യും. അതാണ് അനുമോൾ. ലോ ക്ലാസ് റെപ്രസെന്റേഷൻ ആണ് അനുമോൾ. ബിഗ് ബോസിലെ തരം താഴ്ന്ന ആൾക്കാരിൽ ഒരാൾ, അല്ല കൂതറകളുടെ ഒരാളേ ഉള്ളൂ, രാജകുമാരി ഒരേ അല്ലേ? ഒരു രാജകുമാരി അനുമോൾ. അപ്പൊ കൂടെ വന്നിട്ടുണ്ട് മസ്താനി. ഉം. അതുകൊണ്ട് അതെ, അത് പുള്ളിക്കാരി പറയുന്നുണ്ട് മറ്റേ, അതായത് ഇങ്ങനെ കുറെ പറഞ്ഞു പറഞ്ഞു പോയി കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ, ഒന്നാമത് ഇരുട്ടൊക്കെയാണ് അവിടെ, പക്ഷെ എന്നാലും ആ ഒരു ചെറിയ നിലാവിന്റെ വെളിച്ചത്തിൽ ഞാൻ കണ്ടു എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ കണ്ടു എന്നാണ് അവൾ പറയുന്നത്. കാണും. കണ്ടില്ലെങ്കിൽ പുള്ളിക്കാരി ഓർത്തെടുത്ത് ഇത് ചെയ്യും. അങ്ങനത്തെ ഒരു അതും സൈക്കോ ഈ ആണ്. അത് പുള്ളിക്കാരി ആരാ ജിസയില് പറഞ്ഞത്. അത് നീ അവള് സ്വപ്നം കണ്ടതാ പറഞ്ഞത്. നമ്മളീ ഫസ്റ്റ് സ്റ്റേജ് അസൂയ ഓഫ് മൂത്തിട്ട് ഹലൂസിനേഷൻ. അത് നമ്മൾ അസൂയ മൂത്തിട്ട് നമ്മൾ സ്വപ്നം കാണും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നതായിട്ട്. അതായിരിക്കും. അല്ലേലും നമ്മളിപ്പോ ഇരുട്ടത്ത് നിങ്ങളൊന്ന് ചുമ്മാ പുറത്തിറങ്ങി നിന്നിട്ട് ചുമ്മാ അവിടെ ചെടികളുടെ ഇടയിലോട്ടൊക്കെ ഒന്ന് നോക്കി എന്തെങ്കിലുമൊക്കെ ഉവ്വ്. രൂപങ്ങളൊക്കെ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് അതെ. തോന്നും. ഒന്നാമത് അതെ. അനുമോളുടെ മനസ്സിൽ ഇതെല്ലാം കിടപ്പുണ്ട്. അതെ. പ്ലസ് അപ്പൊ ഇങ്ങനെ എന്തോ പുതപ്പൊക്കെ അനങ്ങുന്നു. പുതപ്പനങ്ങിയ പിന്നെ അതാണല്ലോ. അതെ. ആണും പെണ്ണും ഒരുമിച്ച് വന്നാൽ തന്നെ അവര് കിസ്സടിക്കുമെന്നാണ് അനുമോൾ പറയുന്നത്. അനുമോള് അതെ, അതെന്തുവായിരുന്നടാ? അത് പറയാ, ആണും പെണ്ണും ഒന്ന് അടുത്തിരുന്ന് എന്ത് ചെയ്യും? കിസ് ചെയ്യും. എന്ത് ചെയ്യും? അതെന്ത് കിസ് ചെയ്യും. അതെന്ത് അങ്ങനെ ആയിരിക്കും, അനുമോൾക്ക് അങ്ങനെ ആയിരിക്കും അതെന്ത് എക്സ്പീരിയൻസ്. ആണും പെണ്ണും അടുത്തോട്ട് വന്ന് ഉടനെ കിസ് ചെയ്യണം എന്നാണോ നിയമം? ഇതെന്ത് വൈര്? എടാ അനുമോൾ ഒരു 90കളിലെ കിഡാണ്. അപ്പൊ എന്താന്നറിയാവോ, അതായത് നമ്മളൊക്കെ നമ്മളൊക്കെ പണ്ട് 90കളിലൊക്കെ ഉണ്ടല്ലേ? ആണ്. പക്ഷെ നമ്മള് 90കളിലെ കിഡാണെങ്കിലും കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതങ്ങനെയല്ല. 90കളിലെ വസന്തമായിട്ട് 90കളല്ല, 80കളോ 70കളിലോ ഏതാണ്ട് എടാ, നിൽക്കുകയാണിത്. അവർക്ക് വരെ കാര്യങ്ങൾ അറിയാം. ഇവക്ക് 30 വയസ്സല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരു അറിഞ്ഞൂടാ. പണ്ട് കൊച്ചിലെയൊക്കെ നമ്മൾ ഈ എന്താ പറയുന്ന ഉമ്മ വെച്ച കൊച്ചുണ്ടാവും ആ, എന്നുള്ള രീതിയിലൊക്കെ കൊച്ചുണ്ടാവും. അതേ മോഡിലാ അനുമോൾ അതെ, ഇപ്പോഴും. അതെ. അതാണ്. എന്നിട്ട് എനിക്കത് പറയുന്നുണ്ട് പറഞ്ഞിട്ട് ചിരി വന്നത്. അതെന്ത് വൈര് ഞാൻ ഓർത്തെ. ഒരാണും പെണ്ണും അടുത്തുനിന്ന് എന്ത് ചെയ്യും? ഒരു കിസ് ചെയ്യും. കിസ് അതെന്ത് ചെയ്യും. ഒരു ഇതുപോലെ സ്വാഭാവികം. പറയുന്നത്. ഓ, അത് കഷ്ടം തന്നെ. മാത്രല്ല പുള്ളിക്കാരി മറ്റേ എന്താ, അവര് കിസ് ചെയ്തെങ്കിൽ പിന്നെ അവര് കല്യാണം കഴിച്ചോട്ടെ എന്നൊക്കെ അതെ. ഉള്ള രീതിയിലൊക്കെ. അല്ല അജാതി ഇപ്പൊ ഇവിടെ വാളമൊക്കെ. കിസ് ചെയ്താ ഇപ്പൊ ഇവിടെ എന്ത് തേങ്ങയാ പോവാൻ പോകുന്നത്? ഒന്നും അതെ, സംഭവിക്കത്തില്ല. ഇതെന്തോ വലിയ ആനക്കാരിയായിട്ട് കൊണ്ടുവന്ന റൂൾ വയലേഷൻ ആണെന്നൊക്കെ പറയും. അതെ. ബിഗ് ബോസിന്റെ നിയമത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ? ഓർത്തിട്ടുണ്ടോ? അതെ. ഉണ്ടെങ്കിൽ ഓക്കെ. അതങ്ങനെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. പിന്നെ ഈ മലയാളം ബിഗ് ബോസ് ആയതുകൊണ്ട് കുറച്ചൊക്കെ നമ്മള് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു സദാചാരമൊക്കെ കൺസിഡർ ചെയ്ത് കുറച്ചൊക്കെ മാന്യതയാവാം എന്നുള്ള രീതിയിൽ പറയാൻ എനിക്കുണ്ടല്ലോ. പറ്റുള്ളൂ. എനിക്ക് പക്ഷെ അതിനകത്ത് നമ്മുടെ ഇവൻ ആര്യൻ ഒരു മണ്ടനാണെങ്കിലും പുള്ളി ഇടയ്ക്ക് ഒരു പോയിന്റ് പറഞ്ഞത് എനിക്ക് വളരെ കറക്റ്റായിട്ട് തോന്നി. എന്താ പറയാ, അനുമോള് ഉം. മറ്റേ ലെസ്ബിയൻസിന്റെ കൂടെ പോയി ഇങ്ങനെ കിടക്കുകയും അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതിന് എന്ത് അപ്പൊ പറയും? നീ ലെസ്ബിയനായി ആ, മാറും എന്നുള്ള അല്ല, രീതിയിൽ. അപ്പൊ അതപ്പോ അവർ ലെസ്ബിയൻ, അവർക്ക് പെണ്ണുങ്ങളോടല്ലേ ഇൻട്രസ്റ്റ്. അപ്പൊ ആ. അവരുടെ മടി കയറി കിടക്കാം, കൂടെ ഇരിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. അതാ അല്ല പറഞ്ഞത്. അതുപോലും വേണ്ട. ശൈത്യയുടെ കൂടെ ആണല്ലോ എപ്പോഴും അതെ. കിടക്കുന്നത്, കെട്ടിപ്പിടിച്ച് ആ, കിടക്കുന്നത്. അപ്പൊ ഇവളെ അതെ. ലെസ്ബിയൻ ആണെന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാല് ആ, അതെങ്ങനെ ശരിയാവും? അതെ. അതാണ്. ചുമ്മാ അങ്ങ് വായി തോന്നുന്നതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് എനിക്കറിയാം. അവരത് വിളിച്ചു വെറും പറഞ്ഞിട്ട് പക്ഷെ വൈത്താളമാണ്. ആര്യന്റെ പ്രശ്നം എന്നറിയോ, അവനൊരു ക്രിഞ്ചനായതുകൊണ്ട് അവൻ അതെ. ഈ ഓരോ ക്രിഞ്ച്നെസ് കാണിക്കുന്നോണ്ട് അവന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിലും സപ്പോർട്ട് നമുക്കത് ചെയ്യാൻ പോയിന്റ് തോന്നത്തില്ല. ആയിട്ട് വരത്തില്ല. അതെ. ഒരു കാര്യമില്ലാതെ അവളെ പോയി അടിക്കാനും ഇടിക്കാനൊക്കെ പോകും. പക്ഷെ ജിസേൽ അവിടെ സംയമനം പാലിച്ചു. കാര്യം പുള്ളിക്കാരിക്ക് അറിയാം വീക്കെൻഡിൽ വരുമ്പോ ഇവർക്ക് ശരിക്ക് കിട്ടും.
അപ്പൊ ഇപ്പൊ ഞാൻ പ്രതികരിക്കണ്ട. പിന്നെ ജയിലിൽ പോകുമ്പോ ഓരോ അവസരത്തിലും പുള്ളിക്കാരി ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇന്നിപ്പൊ ചോദിച്ചു, നീ കൊച്ചിലെ തൊട്ടേ ഇങ്ങനെയാണോ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്? നീ പണ്ട് ശരിക്കും തൊട്ടേ നീ ഒരു സൈക്കോ ആണോ നീ എന്നുള്ളത് ജന്മനായൊരു മാന്യമായിട്ട്. സൈക്കോ ആണോ? അത് പുള്ളിക്കാരുടെ ഒരു ഇതാണ്. ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ ചോദ്യമായിരിക്കും, പക്ഷെ ഭയങ്കര എന്താ പവർഫുൾ. പറയുന്നത്, ഭയങ്കര സ്വീറ്റ് ആയിട്ട് നല്ല രീതിയിലാണ് ചോദിക്കുന്നത്. നമുക്ക് തോന്നത്തില്ല മറ്റേ ഒരു ഊക്കുവാണോ? കുലസ്ത്രീയാണെന്ന് തന്നെ ഞാൻ പറയും. അതെ, മറ്റേ ഊക്കുവാണോ നമുക്ക് തോന്നത്തില്ല. അതെ. പക്ഷെ കറക്റ്റ് ആയിട്ട് അനുമോളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നീ അതാണ് അതെ, നീ ജനിച്ചപ്പോഴേ സൈക്കോ സൈക്കോ ആണ്. പണ്ട് ഇപ്പോഴായതാണോ? തൊട്ടേ നിനക്ക് ഈ ഇങ്ങനെയായിരുന്നു, കൊച്ചിലെ തൊട്ടേ അതെ ഇങ്ങനെയാണോ എന്നൊക്കെ. അതെ. എനിക്ക് പിന്നെ വേറൊരു ഇഷ്ടപ്പെട്ട മറ്റേ ആദ്യത്തെ ദിവസം ജയിലിൽ വന്നിട്ട് നിനക്ക് ലിപ്സ്റ്റിക് വേണോ? അത് പോകുന്നതിന് മുമ്പ് പുള്ളിക്കാരൻ മനഃപൂർവ്വം ലേറ്റ് ആയി. എന്തിനാ മേക്കപ്പ് ഇട്ട് ഒരുങ്ങിയിട്ട് ലിപ്സ്റ്റിക് ഒക്കെ എടുത്തിട്ടാണ് അവൾക്ക് വരാൻ ചെല്ലുന്നത്. അതെ അതെ അവളെ മുമ്പ് ട്രിഗർ ചെയ്യാൻ ഇരിക്കാനല്ലേ. വേണ്ടിട്ടേ. ഒറ്റയ്ക്കാണ് അവൾ. എനിക്ക് അങ്ങനെ ജിസേലിനെ അത് ഭയങ്കര ഇഷ്ടം. അങ്ങനെയൊക്കെയാണ് ട്രിഗർ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഈ വായത്താളം അടിച്ചിട്ട് ചെയ്തിട്ട് കാര്യം. ഇപ്പം പക്ഷെ പുള്ളിക്കാരിക്ക് കറക്റ്റ് ബിഗ് ബോസിന്റെ കാര്യങ്ങളൊക്കെ, അതായത് ഇന്ന് തന്നെ ഇപ്പം മറ്റേ പണിപ്പുരയുടെ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് 10 സെക്കൻഡിനുള്ളിൽ പുറത്തിറങ്ങിയില്ല. അത് എനിക്ക് കണ്ടപ്പോഴും തോന്നിയത്, ആ ഇവര് കൗണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു പുറത്തുനിന്നേ. എന്നിട്ട് അവരെ എന്തോ തെറ്റിച്ചാണ്. ആറെന്തോ ആയപ്പോഴത്തേക്ക് അവര് കൗണ്ട് ചെയ്ത് നിർത്തി. ഓ നിർത്തിയിട്ട് പിന്നെ മിണ്ടിയില്ല. പിന്നെ സാധാരണ ബിഗ് ബോസിന്റെ കൗണ്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 10 ആയപ്പോഴത്തേക്ക് ഒരു ഇടയ്ക്കൊരു ഗ്യാപ്പ് വിട്ടിട്ടാണ് പിന്നെ കൗണ്ട് ചെയ്തത്. ആദ്യം മറ്റേ പ്രവീൺ ഏതാണ്ട് സാധനം എടുത്തിട്ട് പുറത്തിറങ്ങാൻ പോയതാ. അവൻ എന്നിട്ട് പിന്നെ രണ്ടാമത് എടുക്കാൻ വേണ്ടി അകത്തോട്ട് ഓടി. എന്നാ പിന്നെ അത് അവനെ ഉള്ളത് പുറത്തോട്ട് ഇട്ടാ പോരായിരുന്നു. പുറത്തോട്ട് ഇട്ടിട്ട് വേണം. അത് ഇവർക്ക് അറിഞ്ഞുകൂടല്ലോ. ഇവര് ഈ ഇവരെത്ര പിന്നെ എന്താ കണ്ടത് ടീമിൽ? അതാണ്. എടാ, എപ്പിസോഡിന്റെ അകത്ത് എന്തൊക്കെയാ അതിനകത്ത് നടക്കുന്നതെന്നല്ലല്ലോ, എന്തൊക്കെയാണ് കോൺട്രവേഴ്ഷ്യൽ സാധനങ്ങൾ. അവർ ചെന്ന് കഴിഞ്ഞ ഉടനെ അടിച്ച് സ്റ്റാർ ആവാൻ പറ്റിയത് എന്താണെന്നുള്ളതല്ല ഇതുങ്ങൾ നോക്കുന്നത്. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ പ്രോപ്പറായിട്ട് ഗെയിമൊക്കെ കണ്ടിട്ടാ ഒറ്റ ഒരെണ്ണം വന്നിട്ടുള്ളത്. അതിന് പണിപ്പുരയൊക്കെ എന്ത് തേങ്ങയാന്ന് പോലും അവർക്ക് അറിയാൻ പാടില്ല. ഒരു കോർഡിനേഷൻ അങ്ങനത്തെ ഒരു കാര്യമില്ല. ഉള്ള സാധനം കൊണ്ട് പുറത്തിടുന്നതിന് പകരം കൂടുതൽ എടുക്കാൻ പോയിരിക്കുക. അതുകൊണ്ട് ലേറ്റായി. എന്നിട്ട് മറ്റേ ഈ ജിഷ്യൻ പുറത്തിറങ്ങി. പക്ഷെ അവൻ എനിക്ക് കണ്ടപ്പോൾ തോന്നിയ കറക്റ്റ് 10 ആയപ്പോഴത്തേക്കും പുറത്തിറങ്ങിയല്ല, അത് 10 കഴിഞ്ഞിട്ടാണ് പുറത്തിറങ്ങിയത്. 11 അങ്ങനെന്തോ ആയപ്പോഴത്തേക്കാണ് പുറത്തിറങ്ങിയത്. എന്നിട്ട് അല്ല അപ്പൊ അത് ഇവര് അക്ബർ പറഞ്ഞത് കറക്റ്റ്. അവരതിനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവർക്കുള്ള പണിയും കൊണ്ടാണല്ലോ വരുന്നത്. അതും ഇവൻ തെരഞ്ഞു പിടിച്ച് വലിയ ആ പണികൾ തന്നെ മോപ്പ് എടുത്തിട്ട് പുള്ളി അത് എടുത്തുള്ളത്. പറയുകയും ചെയ്തുല്ല. ഞാൻ എപ്പിസോഡിന്റെ അകത്ത് കറക്റ്റ് പറഞ്ഞു അറിയില്ല. ലൈവിന്റെ അകത്ത് കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് വലിയ പണികളൊക്കെയാ, അപ്പൊ അത് അവർക്ക് കൊടുത്തേ പറ്റൂ. ആദ്യമൊക്കെ എന്താ പറയുന്നത്, കറക്റ്റ് സമയത്ത് ഞാൻ ഇറങ്ങിയെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ കുറെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് അതെന്താണെന്നറിയോ? പറയുന്നത്, അതായത് സാധനത്തിന് വേണ്ടിയിട്ടല്ല, അവർക്ക് പണി കൊടുക്കാൻ ക്യാമറ വേണ്ടിയിട്ടാണ് അത് അതെന്തറിയോ? ഇതായത്. പുള്ളി ബിഗ് ബോസിന് ക്യാമറ നോക്കിയിട്ട് പറയാം അതെങ്കിലും കാണിച്ച് ബിഗ് ബോസ് സമ്മതിക്കാൻ വേണ്ടിയിട്ടാ. അതാകുമ്പോ ഒരു കണ്ടന്റ് ആവുമല്ലോ പണി കൊടുക്കുന്നത്. എന്റെ ഒരു ബിഗ് ഉം. പണിയാണ് ഇരിക്കുന്നത്, മൈരെ സമ്മതിക്കുക എന്നുള്ള രീതിയിലാണ് കാണിച്ചത്. സമ്മതിക്കുന്നുള്ള രീതിയാ. പോയി. പക്ഷെ അത് ഈ നെവിൻ അത് ആലോചിക്കാണ്ട് ഞങ്ങള് പണ്ട് സ്പ്ലിറ്റ് സെക്കൻഡിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, സമയം കഴിഞ്ഞിറങ്ങി. അത് ബിഗ് ബോസ് സമ്മതിച്ചിട്ടും കൂടെയാണ് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അവര്. അത് പിന്നെ അത് ഒരാഴ്ച രണ്ടാഴ്ച മുഴുവൻ ഇവരെ ഇട്ട് പണിയും കൊടുത്ത് മേക്കപ്പും ഇല്ല ഫുഡും ഇല്ല പറഞ്ഞു കിടന്നിട്ട് പാവങ്ങളല്ലേ എന്തേലുമൊക്കെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങേര് സമ്മതിച്ചത്. ഇവർക്കിപ്പോ ഇത് ഇവൻ മേക്കപ്പ് ഇല്ലല്ലോ. ഒന്നുമില്ലല്ലോ. ഇവർക്കില്ല, ഇല്ല, ഒന്നുമില്ല. ഡ്രസ്സില്ല, ഒന്നുമില്ല. ഒന്നുമില്ല. ഉം. അപ്പം അത് ഇവര് സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കാര്യം ഇവർക്ക് ഉള്ള പണിയും കൊണ്ടല്ലേ വന്നിരിക്കുന്നത്. അത് ആലോചിക്കണ്ടേ. അത് ഇന്ന് അവരെല്ലാം കൂടെ പറഞ്ഞത് നന്നായി. അതെ. അപ്പം ഇന്നത്തെ സംഭവമാണെങ്കിലും അനുമോള് ഇവക്ക് ഈ കിച്ചൺ എന്നിട്ട് അല്ല അട്ടിത്തറവകാശങ്ങളാണ്. എന്നിട്ട് അനുമോൾ അവിടെ ഇരുന്നോണ്ട് അവള് കണ്ടെന്ന് ജിഷിൻ ഇറങ്ങുന്നത്. അവക്കിട്ട് വേണം ആദ്യം കൊടുക്കാനായിട്ട്. അതെ. ഇവർക്ക് ഓൾറെഡി പണി കിട്ടിയിരിക്കുക അവരുടെ കയ്യിന്ന്. അല്ല ആർക്ക്? ആ അനുമോൾക്ക്. അതെ. അതെ. അല്ല ഇവക്ക് ഇല്ല ഇവള് ബാക്കി എല്ലാരും എന്ത് പറയുന്നു അതിന് ഓപ്പോസിറ്റ് പറയത്തുള്ളൂ. അതങ്ങനെ. എന്നാലല്ലേ പുള്ളിക്കാരി ഒന്ന് അത് വേർത്ത് പറഞ്ഞിട്ട് നിക്കത്തുള്ളൂ. കാര്യമില്ല. ഇവർക്കുള്ള പണിയും കൊണ്ടല്ലേ വന്നിരിക്കുന്നത്. അത് അത് ഇവക്ക് തന്നെ പൊട്ടിയത്. എല്ലാം കൂടെ കൊടുക്കണം. വട്ടായത്. ചിന്തിക്കാനുള്ള ബോധമില്ല. കഴിവും പറയൊന്നുമില്ല. എല്ലാരും എന്ത് പറയുന്നു അതിനെതിരെ ഞാൻ പറയാം. അതാവുമ്പോ ഞാൻ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുമല്ലോ. ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ തലയിൽ. ഈ തുടക്കം തൊട്ടേ പുള്ളിക്കാരി കിച്ചണിന്റെ ഭരണം ഏറ്റെടുത്തിരിക്കുകയാണ്. കിച്ചണിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഞാനൊരു കമന്റ് കണ്ടേ. അനുമോള് പണ്ടൊക്കെ ഭയങ്കര സന്തോഷത്തോടെയാണ് ഫുഡ് വിളമ്പിക്കൊടുന്നത്. ഇവന്മാര് കഴിച്ചിട്ട് കുറ്റം പറയാൻ തുടങ്ങിയ പിന്നെയാണ് പുള്ളിക്കാരി ഇങ്ങനെയെന്ന്. അതെ, അതെ, അതെ. എന്തിനും ഇങ്ങനെ ന്യായീകരിക്കാനായിട്ട് കുറെ ന്യായീകരണ ആൾക്കാരുണ്ട്. തൊഴിലാളികൾ ഉണ്ടെന്നുള്ളതാണ്. അതാണ് പിആർ. സമ്മതിക്കണം. എന്നിട്ട് ഇന്നത്തെ സംഭവം തന്നെ
ഇന്നിപ്പോ ഞാൻ കുറെ ഇങ്ങനെ ലൈവ് കേട്ടോട്ടെ എനിക്ക് ഇത് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ കിട്ടിയത്. അല്ലെങ്കിൽ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല. ഇപ്പൊ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ എന്തുവാ, ഇവര് ഫുഡ് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ദോശ ചെറിയ വട്ടത്തിൽ ഉണ്ടാക്കി, സാമ്പാർ വെച്ച സാമ്പാറാണ്, പരിപ്പ് കറിയാണെന്നും പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ, സാമ്പാറാണെന്ന് തോന്നുന്നു. സാമ്പാർ വെച്ചപ്പോഴത്തേക്ക് അത് വെള്ളം പോലെ, രസം പോലെ ആയിട്ട്, വെള്ളം കൂടിയിട്ട് രസം പോലെ ആയിട്ടിരിക്കുന്നത്. അപ്പം വായി വെക്കാനും കൊള്ളത്തുമില്ല, ചെറിയ വട്ടത്തിലുമാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് ഓരോരുത്തർക്ക് കൊടുത്തത് 2 ദോശ വെച്ചിട്ട്. അനുമോള് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പൊ ഇവര് പണിയൊന്നും എടുക്കുന്നില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഫുഡ് കഴിക്കണ്ടല്ലോ. ഇവിടെ എസിക്കകത്ത് ഇരിക്കുവല്ലേ, അപ്പൊ എല്ലാവർക്കും 2 ദോശ മതി, വയറ് നിറയുമെന്ന്. കേട്ടാ നിന്റെ വയറ് തോന്നുന്നു ഇവിടെ. പോലെയാണോ നാട്ടുകാരുടെ അതെ, ഇതിരിക്കുന്നത്? നമ്മൾ കേട്ടാ ഇവിടെ തന്തട വകയാണ് അവിടെ ഇരിക്കുന്നതല്ല. എടാ, അത് എന്തോത്തിന്റെ കേടായി. റേഷനിങ് ചെയ്യാം. ഇപ്പം നമുക്ക് ആവശ്യത്തിന് വേണം. അല്ല, സാധനങ്ങൾ തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ അക്ബർ പറയുന്നുണ്ട് 4 പാക്കറ്റ് ആട്ടയുണ്ട് അവർക്ക്. അത് അവർക്ക് 3 ദിവസത്തെ കാര്യമേ ഉള്ളൂ. കാര്യം വെള്ളിയാഴ്ച ബിഗ് ബോസിന്റെ ഫുഡ് അത് തന്നെ ശനിയാഴ്ച ദിവസത്തേക്കും നീക്കും. അപ്പൊ അവർക്ക് ഫുഡ് ആവശ്യത്തിനുണ്ട്. അപ്പൊ ഉള്ളപ്പോ അത് ആവശ്യത്തിന് ഉണ്ടാക്കി കഴിക്കുമല്ലേ. എന്നിട്ട് അനുമോള് എന്താ പറയുക, ഇതിപ്പോ കുറ്റം ക്യാപ്റ്റനായിട്ടുള്ള ലക്ഷ്മിയുടെ തലയിലും പിന്നെ മറ്റേ ജിഷിന്റെ ഇതിലുമാണ് വരായിരുന്നത്. പക്ഷെ അനുമോളും കൂടെ അവിടെ മെയിനായിട്ട് നിന്നിട്ട്, അതായത് അത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ ഉള്ള രീതി പറഞ്ഞുകൊണ്ടാണ് വന്നത്. അതന്നെയാണ് എപ്പിസോഡ് കാണുമ്പോൾ തോന്നുന്നത്. ലൈവിന്റെ അകത്ത് വേറെ കുറച്ച് കാര്യങ്ങളോട് നടന്നായിരുന്നു. അതായത് ഈ ആദില ചെന്നിട്ട്, ആദില നൂറയൊക്കെ അനുമോളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പം ആദിലയുടെ അടുത്താണ് പുള്ളിക്കാരി പറഞ്ഞ് പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, ആ പ്രശ്നം ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ അതെന്താ അങ്ങനെ പറഞ്ഞെന്നുള്ളതിൽ ആദിൽ ചോദിച്ചുകൊണ്ട് നിന്നപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, അതായത് ഈ ലക്ഷ്മി ആണ് സാമ്പാറോ വെച്ചതും, സാമ്പാറോ പരിപ്പ് കറിയോ എന്താന്ന് വെച്ചാൽ അത് വെച്ചതും, പിന്നെ ഈ ദോശയ്ക്കുള്ള മാവ് ഉണ്ടാക്കിയത്. അപ്പൊ അന്നേരം ഇത് കണ്ടപ്പോ തന്നെ പുള്ളിക്കാരിക്ക്, ഈ കറിയുടെ ഇത് കണ്ടപ്പോ തന്നെ പുള്ളിക്കാരിക്ക് തോന്നിയായിരുന്നു അതിൽ തിക്നെസ് കുറവാണ് എന്നുള്ള രീതിയിൽ. അപ്പൊ നീ എന്താ പറയാഞ്ഞെന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, അതങ്ങനെ അതായത് മനഃപൂർവ്വം ഇവള് കുളമാക്കട്ടെ, എന്നിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അനുമോളുടെ വില അവരെല്ലാം തിരിച്ചറിയട്ടെ എന്നുള്ള രീതിയിൽ. സൈക്കോമൈര് തന്നെ. അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയും പേരുടെ രാവിലത്തെ ഫുഡ് മുഴുവൻ കൊളമാക്കാനായിട്ട് അത് ഇവള് കാര്യം പുള്ളിക്കാരിക്ക് ഫുഡ് വെച്ച് ശീലം ഇല്ല എന്നുള്ളത് അവർക്ക് എല്ലാവർക്കും അറിയാം. അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. അനുമോളാണല്ലോ അതിന്റെ പാചക വിദഗ്ധയാണല്ലോ. അപ്പൊ അത് കണ്ടു പുള്ളിക്കാരി. അത് പക്ഷെ എപ്പിസോഡിൽ ഇവര് കാണിച്ചില്ല. അത് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ മാവിന്റെ ഇത് ഉണ്ടാക്കിയപ്പോഴും അത് കണ്ടു, പിന്നെ ഈ കറിയുടെ കാര്യത്തിലും ഇത് കണ്ടു, അത് ചെറിയ വട്ടത്തിൽ അത്. അപ്പൊ എന്താ നീ അത് പറയാഞ്ഞ, നിനക്കല്ലേ എക്സ്പീരിയൻസ് ഉള്ളത്, നീ എന്താ അത് പറയാഞ്ഞെന്ന് ചോദിച്ചു. അതിന് പുറമെ ലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞത് ഈ ദോശയുടെ കാര്യത്തിൽ പറഞ്ഞ, അതായത് നമുക്ക് റേഷനിങ് ഉണ്ട്, 4 ദിവസത്തേക്കുള്ള ഇത് വെക്കേണ്ടതാണ്, അത് ശനിയാഴ്ച ദിവസം ഇവർക്ക് ഫുഡ് കിട്ടുമെന്നും അത് അടുത്ത ദിവസത്തേക്ക് നീളുമെന്നുള്ള കാര്യം പറയാതെ നമുക്ക് ഈ 4 ദിവസത്തേക്കുള്ള ഇത് വേണം, അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ കുറച്ച് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് മനഃപൂർവ്വം പുള്ളിക്കാരിനെ കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്ത് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ട് ഇവരെല്ലാം കൂടെ വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാം ഞാനല്ലേലും അടുക്കള കയറുമ്പോ എപ്പോഴും ഇവർക്ക് പ്രശ്നമാണ്. അതെന്താ പറയുക, ഈ ആറ്റിറ്റ്യൂഡ് കാണിച്ചോണ്ട് ഇവരെ മിണ്ടാതെ നിൽക്കുവാണെങ്കിൽ ചിലപ്പോൾ പുള്ളിക്കാരുടെ ഇത് നടന്നേനെ, അല്ല ലക്ഷ്മിയുടെ തലയിലോട്ട് ഇരുന്നേനെ. അത് കൊടുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ആ 2 ബിന്നിയൊക്കെ 2 മാത്രം വെച്ച് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ബിന്നി വന്നിട്ട് ചോദിച്ചു, അതെന്തുകൊണ്ടാ അങ്ങനെ കൊടുത്തത്, അതായത് അന്നേരം ആ സമയത്ത് റേഷനിങ് ഉണ്ടായിരുന്നോണ്ടാന്ന് പറഞ്ഞാൽ, അത് നീ പോടി എന്നൊക്കെ പറഞ്ഞ് ആറ്റിറ്റ്യൂഡ് ഇട്ട്. എന്നിട്ട് ഇവരെല്ലാം വന്ന് തെറി പറഞ്ഞപ്പോ അവിടെ വന്നിട്ട് ഞാനല്ലെങ്കിലും അടുക്കള കയറുമ്പോ എപ്പോഴും ഇവർക്ക് ഇതാ, എന്നിട്ട് മനഃപൂർവ്വം എന്നെ എന്റെ നേരെ വരുന്നതാ. ഈ ഫുഡിന്റെ കൺട്രോൾ എല്ലാം ഏറ്റെടുക്കുകയും വേണം. എന്നിട്ട് അവിടെ ഇരുന്നോണ്ട് വരുന്നവരൊക്കെ എന്റെ ദാനം കൊണ്ടാണ് നിനക്കൊക്കെ കിട്ടുന്നതെന്നുള്ള ആറ്റിറ്റ്യൂഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ മയിലിന്റെ നാടകം കണ്ട് ഞാൻ മടുത്തു. ഈ സീസണേ മടുത്തു. ഈ പറഞ്ഞ കൂടിപ്പോ ഈ നാട്ടൊക്കെ തട്ടീര് ഇതവളുടെ നാടകം കഴിഞ്ഞിട്ട് എന്തേലും റിയൽ ആയിട്ട് എന്തേലും നല്ല ഗെയിം കാണാന്ന് വെച്ചാൽ അതില്ല, മൊത്തം ഈ പുണ്ടയുടെ നാടകം തന്നെ. എന്തോ ചെയ്യും, എന്ത് കാണാൻ പറ്റും. മടുത്തു ഈ സീസൺ, ഇത്രയും വൃത്തികെട്ട സീസൺ ഇതുവരെ കണ്ടിട്ട്. വളരെ ഡിസപ്പോയിന്റഡ് ആണ് ഈ സീസണിൽ. നീ ഇതിന്റെ തമ്പനയിൽ അനുമോൾ എന്ന സൈക്കോ എന്നുള്ളത് കച്ചറകളുടെ ലോകം, കച്ചറകളുടെ നേതാവ് അനുമോൾ എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല.
ഇത് പറയാനായിട്ട് ഇങ്ങനെ ഇത് ഇത്രയും എന്നാ ഇതൊന്നും ഈ സാധനം എപ്പിസോഡിൽ വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ജിസേലിന്റെ കയ്യിലോട്ട് കൺട്രോൾ കൊടുത്തു. ഇവരെ ഒന്നീലും ഇവരൊക്കെ കാര്യം ഈ ഫുഡിന്റെ കാര്യത്തിൽ ഒന്നാമത് ആൾക്കാർക്ക് ഫുഡ് എന്നില്ലെങ്കിൽ തന്നെ നമുക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പം മനഃപൂർവ്വം ഇങ്ങനെ ഓരോന്ന് എന്തിനീ ധാരാളത്തും ഇങ്ങനെ കുറയ്ക്കുന്ന എന്തിന്, ഇങ്ങനെ പിടിച്ചു വെക്കുന്ന എന്തിന്? കറക്റ്റ് ഫുഡ് എല്ലാവർക്കും കൊടുക്കുക. അത് മാത്രമല്ല ഈ ഇപ്പൊ ഷാനവാസിനെ പോലുള്ളവരൊക്കെ ആണെങ്കിൽ അവര് മരുന്നും ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ നോക്കണ്ടേ? അവർക്ക് ഒരു ദോശയൊക്കെ അത് കാരണമായിട്ട് പറയുന്നേ മുമ്പൊക്കെ ഒരു ദോശയൊക്കെ വെച്ച് ഇവര് തിന്നിട്ടുണ്ടല്ലോ, അപ്പൊക്കെ വയറ് നിറഞ്ഞല്ലോ. അതില്ലാത്തോണ്ട് വേറെ ഗതിയില്ലാത്തോണ്ട് അതെ. എന്നിട്ട് നൂറയുടെ അടുത്ത് ഇന്നിപ്പോ വെച്ച സാമ്പാർ എന്നിട്ട് നിങ്ങൾ കഴിച്ചില്ലേ എന്ന് ചോദിച്ചു. ആ കറിയും ദോശയും കഴിച്ചില്ലേ? കഴിച്ചു, അതെന്തോ വേറെ വെള്ളം പോലെ വഴിയില്ലല്ലോ. അത് പറഞ്ഞവരെന്ത് വെള്ളം പോലെ പരിപ്പും വിട്ട് വെള്ളം കാണത്തില്ലേ? കൂടിപ്പോയി, വെള്ളം കൂടിപ്പോയി. പരിപ്പ് വിട്ട് കാണത്തില്ല അധികം. അത് പരിപ്പില്ലെങ്കിൽ കൊഴുപ്പ് വരത്തില്ലല്ലോ സാമ്പാർ. ആ പിന്നെ ഉണ്ടാക്കാനും അറിയത്തില്ലായിരിക്കും ആ പുള്ളിക്കാരിക്കൊക്കെ ആ പുതിയത്. പുള്ളിക്കാരിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പൊ അത് ഇവക്ക് അറിയാലോ, ഇവള് പറഞ്ഞു കൊടുത്തുമില്ല മനഃപൂർവ്വം അവള് എന്തെങ്കിലും. കൊളാക്കട്ടെ ആ എന്നുള്ള രീതി. എന്നിട്ട് നെവിൻ പിടിച്ച് ബാത്റൂമിന്റെ ഇതിന്റെ അകത്ത് കൊണ്ട് ഇട്ടിട്ട് അതിന് കാരണം പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വീട്ടിലാണെങ്കിലും കുളിച്ചിറങ്ങി കഴിയുമ്പോ ബാത്റൂം വൃത്തിയാക്കാറുണ്ട് എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് ഇവിടെ കാണിക്കേണ്ടത്. ഇല്ല ഉടായിപ്പ് അന്ന് ഇതുപോലെ തന്നെ മറ്റേ ഇതിന്റെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇത്രയും ഉടായ്പുള്ള ഒരു കണ്ടസ്റ്റന്റ് വേറെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും ഒരു മൈൽഡ് സ്വഭാവമുള്ള എനിക്കറിഞ്ഞൂടാ. ഞാൻ ഇതുവരെ ഇത്രയൊരു കണ്ടിട്ടില്ല ഇങ്ങനൊരു സാധനത്തെ. ഇങ്ങനത്തെ അതായത് എല്ലാം ഉണ്ട്. കുലയാണോ എന്ന് വെച്ചാൽ പ്രോ കുല. ആ പിന്നെ ഫ്രോക്കുല അതെ സദാചാരം, ഫേക്ക് ഇത് എല്ലാം വെറും എല്ലാ പറഞ്ഞാൽ സാധനവും ഉണ്ട്. അതെല്ലാം പാവ റേറ്റിങ്ങിന് വേണ്ടിയിട്ടല്ലടാ ഇത്രയും കഷ്ടപ്പെടുന്നത്. അതെ എന്ത് ചെയ്യാനായിട്ട്? അതെ അതെ സ്വന്തം ബിഗ് ജീവിതം ബോസിന്റെ റേറ്റിംഗ് പടച്ചുകൊണ്ടുള്ള ഉണ്ടെങ്കിൽ അതെ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന പരാതി എന്തായിരുന്നു? ഇവരെ ഇറങ്ങി കളിക്കാനായിട്ട് ഭയക്കുന്നു. കാര്യം നാട്ടുകാരുടെ സൈബർ അറ്റാക്ക് ഒക്കെ പേടിച്ചിട്ട് ഇറങ്ങി കളിക്കത്തില്ല. ഇപ്പൊ ഇറങ്ങി അനുമോൾക്ക് അന്നേരം കളിച്ചപ്പോൾ ഇറങ്ങി അതെ കളിക്കുമ്പോ ഇറങ്ങി കളിക്കുമ്പോ ഒരു മാന്യതയുള്ള കളി കളിക്കേണ്ടതിന് പകരം അതെ നാറിയ കളി കളിക്കുന്നു. ചിലപ്പോ ഏതെങ്കിലും വിധത്തിൽ ജയിക്കുക. ഇതായിരിക്കും ചിലപ്പോ അവളുടെ സ്വഭാവം. ഇതായിരിക്കും ഇവളെ ചിലപ്പോ 100% റിയൽ ആയിരിക്കും. നമുക്ക് അറിഞ്ഞൂടാ ഇങ്ങനത്തെ ചെറ്റ സ്വഭാവമായിരിക്കും നാട്ടുകാരൊക്കെ ചിലപ്പോ. പറയുന്ന പോലെ ജെനുവിൻ ആണല്ലേ. ആ അനുമോള് ജെനുവിനാന്ന് പറയുകയാണെങ്കിൽ ഇതാണ് അവളുടെ യഥാർത്ഥ അതെ സ്വഭാവമെങ്കിൽ അത് 100% ജെനുവിൻ ഉംഫിയ സ്വഭാവമായിരിക്കും ചിലപ്പോ. ഊപ്പി സ്വഭാവം. പറയാൻ പറ്റില്ല പിന്നെ എന്ത് ഇങ്ങനത്തെ ആൾക്കാരും ചോദിച്ചാലും കാണും. എന്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചതാന്ന് പറഞ്ഞ് അതെ അവരെയും കൂടെ നാണം അതെ കെടുത്തിക്കൊണ്ടിരിക്കും. ഒരു കാര്യമില്ലാതെ അവരും തെറിയേക്കും. അതെ ഇതൊക്കെയാണ് ഇവളെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത്. പിന്നെ കുറെ കുലസ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുകയായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവരെ ഇപ്പൊ വെറുപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് പുള്ളിക്കാരി. വയൽക്കാട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര കോൺഫിഡൻസിലായതുകൊണ്ട് ഉം. അപ്പൊ അങ്ങനെ മെയിൻ കണ്ടന്റ് തന്നെ അനുമോളായെന്നുള്ള രീതി. അതാണ് അനുമോൾ, അങ്ങനെ വേണം. ബാക്കിയുള്ളവരില് എന്ത് പറയുന്നു, ഇന്ന് മറ്റേ സാബുമാൻ ഒരു 15 മിനിറ്റ് എന്തോ ബിഗ് ബോസ് അവനെ കുറിച്ച് പറയാനായിട്ടുള്ള ഇതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അകത്ത് ജിഷിനെ നന്നായിട്ട് ഊക്കി വിടുന്നുണ്ടായിരുന്നു. അത് ശരി ഞാൻ കണ്ടില്ല എനിക്ക് അതുകൊണ്ട് അറിഞ്ഞൂടാ. അത് ലൈവിലാവുന്നേ, ലൈവിന്റെ ഓ. അകത്ത് കാണിച്ചത്. ഞാനിങ്ങനെ ഈ കഷ്ടപ്പെട്ട എങ്ങനെയൊക്കെയോ യൂട്യൂബിൽ ഇങ്ങനെ ഇരുന്ന് കേട്ട് കുറെയൊക്കെ അതിന്റെ അകത്ത് ഇങ്ങനെ കുറെ പറഞ്ഞു. രേണുസുതിയൊക്കെ ലൈവിന്റെ അകത്തൊക്കെ ഏതാണ്ടൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടോ ഇടയ്ക്കിടയ്ക്ക്. അതൊന്നും കാണിക്കുന്നില്ലായിരിക്കും. അതൊന്നും കാണിക്കുന്നു അങ്ങനെ പറയാനും മാത്രമൊന്നും ഇല്ല. ഇടയ്ക്ക് ഇങ്ങനെ പുള്ളിക്കാരി മറ്റേ എന്തോ പ്രവീൺ അല്ലേ പുള്ളിയുടെ പേര്. ഉം. പ്രവീൺ എന്തോ പുള്ളിക്കാരിയുടെ അടുത്ത് പോയി പുള്ളിക്കാരിനെ എന്തോ ഇന്റർവ്യൂ ചെയ്യുന്ന പോലെയൊക്കെ ഏതാണ്ടൊക്കെ എന്തോ ചെയ്തായിരുന്നു. അത് നമ്മളെ അതിന്റെ അകത്തും കണ്ടിട്ടില്ല. കാണിച്ചില്ല, ഇങ്ങനെ പറയുന്നത് കേട്ട് ഞാൻ. എന്നിട്ട് പുള്ളിക്കാരി പ്രവീണുമായിട്ട് എന്തോ പ്രവീണും ഞാനും പുതിയ കോംബോ എന്തോ ആയ്സ്. പ്രേണു ഓ. പ്രാണു ഓയ്. പ്രാണു റാണി. ഓ. അതില് അങ്ങനെ പറഞ്ഞ കളിയൊക്കെ പ്രാണി എന്ന് പറഞ്ഞിട്ട് ഇത് ഓ. പ്രേണു എന്ന് പറഞ്ഞ പുതിയ കോംബോ ഉണ്ടാക്കാൻ പോവാ എന്നൊക്കെ പറഞ്ഞ് ഉം. ഉം. ആദിലയും നൂറൈനി ഇവക്കെതിരെ ആയിരിക്കും അല്ലേ ഇന്നത്തെ അത് പിന്നെ എപ്പിസോഡ്. നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യം കൂടെ നിന്നോണ്ട് തന്നെ പുള്ളിക്കാരിയുടെ ഓരോ പക്ഷെ ഇപ്പോഴത്തെ അവരുടെ ഒരു ഇതേ എല്ലാരും ശൈത്യേനെ കട്ടപ്പ എന്നൊക്കെ പറഞ്ഞ് പക്ഷെ എനിക്ക് കളിയാക്കും. ശൈത്യ എനിക്കിപ്പോ ഇഷ്ടം എനിക്കെന്താ അല്ല അവളിപ്പോ ശൈത്യേനെ കറക്റ്റ് കുറ്റം ആകുന്നത്. പറയാൻ പറ്റത്തില്ല. ഒന്ന് ആലോചിക്ക്, ഇവളുടെ കൂടെ നിന്നിട്ടാണ് മറ്റേ ആദ്യമേ തന്നെ ആണുങ്ങളെല്ലാം മൊണ്ണകളാന്നുള്ളതിന്റെ പുള്ളിക്കാരി കേട്ടോ. അതെ കൂടെ എന്നതിന്റെ പേരിൽ പുള്ളിക്കാരിയും വന്നു. പുള്ളിക്കാരി അപ്പൊ എന്തോ ചെറുതായിട്ട് എന്താ ഇവളിരുന്ന് പറഞ്ഞു എന്നാലും. പറഞ്ഞു. അത് പുള്ളിക്കാരി അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്താ അറിയോ പറയുന്നുണ്ടായിരുന്നു. അതെന്താ നമ്മളെ കൂട്ടിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരെന്തായാലും പറഞ്ഞ നമ്മള് ആന്ന് പറയാം അങ്ങനത്തെ ഇത് പറഞ്ഞാന്ന് തോന്നുന്നു. പറഞ്ഞ് അതും പകുതി മുക്കാലും നേരം പുള്ളിക്കാരൻ ആദ്യമേ പറയുന്നുണ്ടായിരുന്നേ. ഇങ്ങനെ ഇവളിങ്ങനെ ഓരോന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വേറെ ഇതില് ഇങ്ങനെ ലോകത്താണ്
ലോകത്താന്നുള്ള രീതി പുള്ളിക്കാരി പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ ഓർത്തു അത് ചുമ്മാ ഒരു ആ, ന്യായീകരണമായിട്ടാണ് നിൽക്കുന്നത്. നല്ലത്. പക്ഷേ ഈയിടെ ഈ ലൈവിൻ്റെ അകത്ത് 2-3 കണ്ടപ്പോഴത്തേക്ക് ഒരെണ്ണത്തിൻ്റെ അത് അനുമോള് പറയുന്നുണ്ട്, ശൈത്യനെ കുറിച്ച് പറയുന്നുണ്ട്. അതിലെ ഇവരൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നപ്പം, അതായത് അവള് നമ്മുടെ കൂടെ ഇരിക്കുവാണെങ്കിലും അവൾക്ക് ഭയങ്കര, അതായത് പുള്ളിക്കാരിക്ക് ലിസണിങ് കപ്പാസിറ്റി ഭയങ്കര കൂടുതലാണെന്ന് പറയുന്നുണ്ട് ശൈത്യക്ക്. അതായത് അപ്പുറത്ത് ആരെങ്കിലൊക്കെ നമ്മുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് തന്നെ അപ്പുറം മാറി ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ട്, അത് പുള്ളിക്കാരി കേൾക്കുമെന്ന്. കേട്ടോണ്ടിരിക്കും. ആ. പുള്ളിക്കാരി അത് ശ്രദ്ധിക്കുമെന്ന്. എന്റെ അപ്പൊ കൂട്ടാണോ? ഇതും മാച്ച്, അതും മാച്ചായി. കാര്യം പുള്ളിക്കാരി പറഞ്ഞില്ലേ, വേറെ അവള് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഞാൻ വേറെ കേട്ടോണ്ടിരിക്കുക. കേട്ടോണ്ടിരിക്കുക. അപ്പുറത്തുള്ള കാര്യം ഇവളുടെ വർത്താനം നമുക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതെ, ഇവൾക്ക് പുള്ളിക്കാരി അത് ഇരുന്ന് പറഞ്ഞു. പുള്ളിക്കാരി അത് പറഞ്ഞു. ഇവളിങ്ങനെ പറയണാന്ന് പറഞ്ഞോണ്ട് കുറച്ച് കഴിയുമ്പോ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, ബോറടിക്കുന്നത്. ബോറടിക്കും. നമുക്ക് ഇങ്ങനെ 24 മണിക്കൂർ അവരാധം കേട്ടോണ്ടിരിക്കാൻ നമ്മളെ കൊണ്ട് അതെ, പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മള് വേറെ എന്തെങ്കിലുമൊക്കെ അവിടെ കേട്ടു. ഇരുന്നോണ്ട് ഇവളുടെ അടുത്തുനിന്ന് മാറി പോകാനും പറ്റില്ല, കൂട്ടുകാരിയാണല്ലോ. ഉം. അപ്പൊ വേറെ എന്തെങ്കിലുമൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ ശൈത്യം കുറച്ചുകൂടെ പ്രശ്നം നിന്നാൽ മതിയായിരുന്നു. പക്ഷെ ശൈത്യം എന്തോ ഇറങ്ങി, പക്ഷെ ഇപ്പൊ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ പുള്ളിക്കാരി എന്തൊക്കെയോ കുഴപ്പമില്ല. ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പുള്ളിക്കാരി പറഞ്ഞിട്ട് എന്തായാലും കാര്യമില്ല. അനുമോളുടെ കൂട്ട് വിട്ടത് നന്നായി. ആ, അതെനിക്ക് വളരെ അതാ നല്ലൊരു തീരുമാനമായിട്ട്. അതും എന്തോ ഇവരുടെ ഇതിന്റെ അകത്തൊക്കെ എന്താ പറയുന്നത്, കൂടെ നിൽക്കുന്നവർ തന്നെ ബിട്രൈ ചെയ്തിട്ടും നമ്മുടെ ക്വീൻ ഇറങ്ങി നിൽക്കുന്നു, ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നു. കുയിന് ഇപ്പൊ അല്ലാതെ തന്നെ അവളുടെ കൂടെയുള്ള വലിയ ആദിലെ സ്വഭാവം നൂറേം കാരണം. വരെ അതെ. ആദിലെ നൂറേം വരെ ഇതായി. ആദിലെ പറയുന്നുണ്ടായിരുന്നു ഇവളുടെ അതായത് പലപ്പോഴും കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക. ഇവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്താൽ അത് കേൾക്കത്തുമില്ല, ഉത്തരം മുട്ടിയ എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന്. താല്പര്യമില്ല എന്ന് ആ, പറഞ്ഞ് എഴുന്നേറ്റ് പോവും. ഞാൻ പറയും നീയൊക്കെ കേൾക്കുമെന്നുള്ള കേട്ടോ. ആറ്റിറ്റ്യൂഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആരായാലും ആര് കൂടെ നിന്ന് കഴിഞ്ഞാലും അവരെല്ലാം ഇതുപോലെ തന്നെ പോകും, ഇവളുടെ ഈ സ്വഭാവം എങ്ങനെയാണെങ്കിൽ. അപ്പൊ അവരെയും കട്ടപ്പാന്ന് വിളിച്ചോണ്ടിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ എങ്ങനെ ശൈത്യന് കട്ടപ്പാന്ന് പറയാൻ പറ്റും? ഇത് ബിഗ് ബോസ്, ഇപ്പൊ റിയൽ ലൈഫിലാണ് കട്ടപ്പാന്നൊക്കെ പറയുന്നത്, ഓക്കെ എന്തെങ്കിലും ആട്ടെ എന്നൊക്കെ. ഇത് ബിഗ് ബോസ് ഷോ അല്ലേ, ഇവളുടെ കൂടെ നിന്ന് ആഴ്ചയിൽ ഊക്ക് വാങ്ങിച്ചു കൂട്ടാനായിട്ട് ആരെങ്കിലും നിൽക്കുവോ? അതെ, അവർക്ക് ഈ അവൾക്ക് ഷോയിൽ വേണ്ടി നിന്ന് പോകണ്ടേ? അവൾക്ക് വേണ്ടി കളിക്കാനാണോ അവര് വന്നത്? അവര് അവരുടെ കാര്യം ആ, കാണിക്കായിരുന്നു. അവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനായിട്ടാണോ? അവർക്ക് കപ്പ് വേണ്ടിയിട്ടല്ല അവര് വന്നിരിക്കുന്നത്. അതെ. ഇതിന്റെ അകത്ത് എന്തോന്ന് ഈ ഫ്രണ്ട്ഷിപ്പ് തേങ്ങ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നാളെ അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യണം. പിന്നെ കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനെ നിൽക്കാം, കാര്യം ആരെങ്കിലുമൊക്കെ വേണം അതിൻ്റെ അകത്ത് എന്നുള്ളതുകൊണ്ട്. അല്ലാണ്ട് വലിയ ആത്മാർത്ഥത കാണിക്കാനായിട്ടുള്ള ഷോ അല്ലല്ലോ ഇത്. അതെ. അവനവന്റെ ഇതല്ലേ നോക്കാൻ പറ്റത്തുള്ളൂ നമുക്ക്. എന്നിട്ട് എല്ലാരും കൂടെ കട്ടപ്പയാണ്, തേങ്ങാക്കൊലയാണെന്നൊക്കെ പറഞ്ഞു ശൈത്യം. ഇപ്പൊ അതില് എപ്പോഴെങ്കിലും അനുമോക്കെതിരെ തിരിയും. അതായിരുന്നു അത് അവരുടെ തിരിഞ്ഞല്ലോ. കൂടെ ഇന്ന് കൂടെ എപ്പിസോഡിൽ പറഞ്ഞു. നിന്നോണ്ട് അനുമോളെ എക്സ്പോസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നാള്. പക്ഷെ ഇന്നിപ്പോ പുള്ളിക്ക് എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് എന്തോ ജെന്യൂൻ ആയിട്ട് ചിലപ്പോ പുള്ളിക്കാരിക്ക് അവർക്കൊരു ഇത് നിന്ന് കാണും. കാര്യം എല്ലാവരും ചേർന്ന് അപ്പുറം നോക്കുമ്പോ എന്താ അക്ബർ, ജിസേല്, അപ്പാനി, ആര്യൻ, ഇവരെല്ലാം ഒരു ഗ്യാങ് ആയിട്ട് നിന്ന് അനുമോളെ ഒറ്റപ്പെടുത്തുന്ന പോലെ, അറ്റാക്ക് ചെയ്യുന്ന പോലെ തോന്നത്തുള്ളൂ. പക്ഷെ ഇവളുടെ ഈ ചൊറിഞ്ഞ സ്വഭാവം കൊണ്ട് കൂടെ നിൽക്കുന്ന ഇപ്പൊ ഷാനവാസ് ഇവരൊന്നും കാണാനില്ലല്ലോ ഇപ്പൊ. അവർക്കെല്ലാം മനസ്സിലായി, കാര്യം ഇവരെത്ര കൂടെ നിന്നാലും ഇവള് പിന്നെയും ഈ ഊമ്പിയ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളത് മനസ്സിലായി. അതെ. അതുകൊണ്ടാണ് അവരെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കാത്തത്. ഇനിയിപ്പോ കണ്ടോണം, പൂമ്പാറ്റകൾ പറന്നുയരും അവിടെ നിന്ന്. ഈ അതെ. ആഴ്ച എന്താണേലും ഒരു അനിമൽ വധം മര്യാദയ്ക്ക് നടക്കുവാണെങ്കിൽ അതെ. സാറ്റിസ്ഫൈങ് ആയിരിക്കും. പക്ഷെ ലാലേട്ടൻ ലാലിച്ചൻ വന്ന് വന്നിട്ട് പറയുമെന്ന് എനിക്ക് തോന്നുന്നു. പറയണം. കാരണം എനിക്കിത് അത്രയ്ക്ക് പ്രതിഷേധമുണ്ട് പുറത്ത്. അതുകൊണ്ട് പുള്ളി പറയും എന്നാണ് എന്റെ വിശ്വാസം. പറഞ്ഞില്ലെങ്കിൽ പരിപാടി അവര് കാണത്തില്ല ഈ ഫുട്ടേജ് മയിലുകള്. നമ്മളെ കാണിച്ചത് തന്നെ പിന്നെയും കാണിക്കാനായിട്ടുള്ള സാധ്യതയേ ഉള്ളൂ അല്ലേ, വേറെ ആംഗിളിൽ നിന്നൊന്നും അല്ല, ഇവക്ക് കാണിക്കുമെന്ന് എനിക്ക് നല്ലൊരു തോന്നുന്നു. ഇത് കൊടുക്കണം. ഇവളിങ്ങനെ വിട്ടാ ശരിയാകത്തില്ല. ഇവിടെ വിട്ട് ഇവളിങ്ങനെ ആയത്. അവക്ക് മാത്രം കൊടുത്താൽ പോരാ, ഈ ജിഷിന് മസ്താനി, കൊടുക്കണം. ജിഷിൻ ആ, അവർക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കണം. കളിക്കാൻ പോയി. ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് അവിടെ അതും അവരുടെ പുതപ്പ്, ഇനിയിപ്പം പുതപ്പിന്റെ ആണെങ്കിൽ അവർ ട്രാൻസ്പാരന്റ് ആണെന്ന് അറിയാൻ അവരുടെ പുതപ്പ് തന്നെ എടുത്തോണ്ട് വന്നൊക്കെ എന്ത് പരിപാടി ഇത്. മാറിയ പരിപാടി. ഇത് വെറും തെണ്ടി, വെറും എന്ത് പറയുന്നത് ഇതിന് എനിക്കറിഞ്ഞൂടാ. ഇതൊക്കെ പക്ഷെ എങ്ങനെ ജിസേലിനെ ടിവി. സമ്മതിച്ചു കൊടുക്കണം, കാര്യം ഇത്രയും പേര് അവിടെ ഇരുന്ന് അതെ. പറഞ്ഞപ്പോൾ പുള്ളിക്കാരി അവിടെ ഇരുന്നു. അവര് ഇങ്ങനെ ചെറുതായിട്ട് വലിയ കരയുകയും റിയാക്ട് ചെയ്ത്. ചെയ്തു. ഇന്ന് ജിസേല് പറഞ്ഞിട്ടില്ലേ, ഇന്നല്ല മിനിഞ്ഞാന്ന് കണ്ടു. ഞങ്ങൾ രണ്ടുപേരും ചെറുതായിട്ട് കരഞ്ഞു. പക്ഷെ ആ, ദാറ്റ്സ് ഓക്കെ. ആൾക്കാർ പക്ഷെ കാണുന്നുണ്ടല്ലോ. ആര്യന്റെ കരച്ചിൽ കണ്ടപ്പോ എനിക്ക് ചിരി വന്നായിരുന്നു കേട്ടോ. ചിരി ഇത് വന്നായിരുന്നു. പറയുന്നത് ഞാൻ പക്ഷെ ഇത്തിരി എന്ത് ചെയ്യാനാ? ക്രൂരനായതുകൊണ്ടാണ് എനിക്കറിയില്ല. അല്ല, പുള്ളിയുടെ ആ ഒരു വർത്താനം കേട്ടോ പട്ടി. അനുമോൾ പട്ടി നീ അനുഭവിക്കുന്നു. അത് മലയാളം അറിയാത്തോണ്ടാണ്. മനസ്സിലായോ? അത്ര മലയാളം അറിയാത്തവരെ അങ്ങനെ കരയാൻ പറ്റി. പക്ഷെ എന്നാലും അത് കൊള്ളാത്തൊരവസ്ഥയാണ്.
പക്ഷെ അവനും അനുമോളുടെ അമ്മയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്തില്ലേ? അവിടെ അമ്മയ്ക്കല്ല അതുകൊണ്ട് വിളിക്കേണ്ടത്, അവർക്ക് കൂടുതലാവും. അല്ല, അനുമോളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്. ആര്യനാണെങ്കിലും അനുമോളെ കുറിച്ച് ഇങ്ങനെ അവള് ഫ്ലേർട്ട് ചെയ്യുന്നു. അതുള്ളതല്ലേ, പിന്നെ ആ, അവിടെ ഇല്ലാത്തതല്ലല്ലോ അതുള്ളതല്ലേ, അവന്റെ പുറകെ കുറെ നാൾ നടന്നതല്ലേ. അവന്റെ ഉള്ളതാണെങ്കിൽ ഇതും ഉള്ളതാണെന്നാണ് അവരുടെ വാദം. അതാണ്, അതങ്ങനെ വാദിക്കുന്നവരൊക്കെ എന്താ പറയാന്, അനുമോളുടെ ടൈപ്പ് ഓഫ് ആൾക്കാരാണ് അത്. അത് ആര്യൻ പിന്നെ ഒരു കാര്യം പറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടാ അതെന്ത് മാത്രം ശരിയുള്ളതാണെന്ന്. അതായത് എന്തോ പുള്ളിക്കാരി കാലുകൊണ്ട് എന്തോ അവന്റെ തൊടയിൽ ഏതാണ്ട് തോണ്ടോ എന്തോ ചെയ്തു എന്നുള്ള രീതി എന്തോ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞായിരുന്നു ഇങ്ങനെ, അതായത് എപ്പോഴും ഇങ്ങനെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ചെവിയിലോട്ട് ഇങ്ങനെ പറയാൻ വന്നിട്ട് ഓടിപ്പോകും അത് എന്നുള്ള രീതിയിൽ. ശൈത്യല്ലേ പറഞ്ഞു, അല്ല, ഇവൻ പറഞ്ഞു അനുമോൾ അങ്ങനെ ചെയ്യുമെന്ന്. അത് ശൈത്യം പറഞ്ഞായിരുന്നല്ലോ ഇന്നലെ ആ എങ്ങാണ്ട്. അതാകുമ്പോ ആ അങ്ങനെ ആകുമ്പോ പുറത്ത് കണ്ടന്റും പാട്ടൊക്കെ കെട്ടി ആൾക്കാർ വിടുമല്ലോ, ഇങ്ങനെ ആ ചെവി പറയുന്നതായിട്ട് കാണിച്ച് ഇങ്ങനെ ഓടുന്നതൊക്കെ ഇങ്ങനെ. ആര്യം പറഞ്ഞായിരുന്നു അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന്, അവള് അനുമോൾ ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെ. പിന്നെ അനുമോൾ മറ്റേ ഒരു അത് മയില് തന്നെ അനുമോൾ. അല്ല, എല്ലാരും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം മറ്റേ അനുമോൾ അങ്ങനെ സ്ട്രോങ് ആയിട്ട് പറയണമെങ്കിൽ അത് സത്യമായിരിക്കും. ഇവരെല്ലാം കൂടെ അത് വൈൽഡ് കാർഡുകളൊക്കെ അങ്ങനെ എല്ലാരും പറയുന്നുണ്ട് അതിൽ എന്തെങ്കിലും സത്യം ഇല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പൊ ഈ വീട്ടിനകത്തുള്ള ആൾക്കാർ തന്നെ പറയുന്നുണ്ട് ഇവള് ആര്യനുമായിട്ട്, അതായത് അനുമോൾ ആര്യനുമായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെ അങ്ങനെ ഒരു കോംബോ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അവിടെയുള്ള 3-4 കണ്ടസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ആദില നൂറയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ശൈത്യ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും സത്യമായിരിക്കുമല്ലോ. കാര്യം 5-6 പേര് പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നാണല്ലോ പറയാം. അപ്പൊ ഇതും അല്ല സത്യമായിരിക്കും. അത് നമ്മൾ തന്നെ കണ്ടിട്ടുള്ള കാര്യമല്ലേ ടി വിയിൽ, നമുക്കറിയാമല്ലോ. വേറെ ആരും പറയേണ്ട കാര്യം, നമ്മൾ തന്നെ കണ്ടിട്ടുള്ളൂ. ഇപ്പം ഇതൊക്കെ ലാലേച്ചൻ എങ്ങനെ അഡ്രസ് ചെയ്യുമെന്നുള്ളതാണ് എല്ലാ കണ്ടറിയേണ്ടത്. കണ്ണുകളും ലലിച്ചന്റെ മെന്റലാണ്. പക്ഷെ ലലിച്ചൻ കണ്ട് ഒമ്പിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. സാറ്റർഡേ മര്യാദക്ക് ചോദിക്കാന്നുള്ളതല്ലേ. അതെ. കാര്യം ഇത് കറക്റ്റ് ആയിട്ട് പറയണം. ഒന്നാമത് അല്ല, ഇത് ഈ ഞാൻ പറയട്ടെ, എല്ലാരും ഇതിനെ കുറെ പ്രതിഷേധിച്ചു, കുറെ പേര് പ്രതിഷേധം അറിയിച്ചു. ഇത് ഈ പ്രാവശ്യം ചോദിച്ചില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല. എനിക്ക് കാണാൻ പോലും താല്പര്യമില്ല പിന്നെ ഈ ഷോ. ആക്ച്വലി പണ്ടേ തന്നെ അനുമോളുടെ ഇത്തരം വർത്താനങ്ങളൊക്കെ ചോദ്യം ചെയ്യേണ്ടതായിരുന്നു. പ്രാകുന്നതും ഈ വല്ലവന്റെ വീട്ടുകാരെയൊക്കെ പറയുന്നതും അതിലൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇല്ല, അപ്പൊ കൂടിയിട്ടേ ചോദിക്കേണ്ട ഉള്ളൂ. കാര്യങ്ങൾ ഇപ്പൊ മസ്താനി പിന്നെ വന്നിട്ട് അതിന്റെ ഡബിൾ ആക്കിയിട്ടുണ്ട്. ഡബിൾ മസ്താനി ആക്കിയിട്ടുണ്ട്. പുറത്ത് ഭയങ്കര വൻ പോസിറ്റീവ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്ത് അത് ഓവർ കോൺഫിഡൻസ് ഏത് ലെവലിലോട്ട് പോയെന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന ഇപ്പൊ ഇവര് ആദില നൂറൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല. കുഴപ്പമില്ല. ഞാൻ അങ്ങ് എന്നിട്ട് ഒറ്റയ്ക്ക് മസ്താനിനെ എടുത്തിരുന്ന് ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്. നീ ഇങ്ങനെ കരയാതെ, നീ അതെ, ഗെയിമർ അല്ലേ, നമ്മൾ ഗെയിം കളിക്കാനല്ലേ. അതായത് ഇവള് വലിയ ഗെയിമറായിട്ട് അങ്ങ് മലമറിച്ച അതെ, പോലെയാണ് ഇരുന്ന് പറയുന്നത്. അതെ. എനിക്കിവിടെ ഈ അത് പ്രവീണിന്റെ ഒക്കെ ഗെയിമറാണ്, അടുത്തിരുന്ന് പറയുന്നുണ്ട്. അഭിനയിക്കുന്ന ഒരു ഗെയിമറാണ് അവൾ. പ്രവീണിന്റെ ഒക്കെ അടുത്തിരുന്ന് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ എന്താ, അതായത് ഇവിടെ ഉള്ള എല്ലാരെ കുറിച്ചും എനിക്കറിയാം. എന്റെ കണക്കുകൂട്ടലുകളോ അങ്ങനത്തെ എന്റെ കാൽക്കുലേഷൻസ് ഒന്നും തെറ്റാറില്ല എന്നുള്ള രീതിയിൽ എന്തോ ഭയങ്കര കോൺഫിഡൻസ് അപ്പൊ ഭയങ്കരമായിട്ട് അങ്ങ് കൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. ലാലേഷൻ നല്ലത് കൊടുത്താൽ അത് തീരും. ഒന്നെങ്കിൽ ആദ്യത്തെ ആവശ്യം പുറത്തു വിടുക, അത് പറ്റത്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വാ അടപ്പിക്കുന്ന പോലെ ഒരു 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 3-4 ആഴ്ചത്തേക്കുള്ള വാ തുറക്കാത്ത രീതിയിൽ വായിക്കത്ത് കൊടുക്കുവാണെങ്കിൽ ഓക്കെ. മേലാൽ മേലാൽ പറയരുത് പറയരുത് മയിലേ എന്ന് പറഞ്ഞ് എന്നുള്ള നല്ലൊരു വല്ലത് കൊടുക്കണം. ഇനി അത് മേലാൽ ഇങ്ങനത്തെ വൃത്തിയോട് പറയാൻ അല്ല, കാണിക്കരുത്, ചിന്തിക്കരുത്. കാര്യം അത്ര 100% കോൺഫിഡൻസോടെയാണ് ഇത്. അല്ല, ഇതിപ്പോ കോൺഫിഡൻസോടെ നടന്നാൽ ഇതിന്റെ അകത്ത് ഒരു തേങ്ങ ഇല്ല എന്നുള്ള കാര്യം ഇവരെന്താ അതെ, മനസ്സിലാക്കാത്തതെന്ന് ഞാൻ ആലോചിക്കും. എന്തിനു അതാണ്. ഡെമോൺസ്ട്രേഷൻ ഒക്കെ, അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഈ ആദില നൂറൊക്കെ എനിക്ക് തോന്നുന്നു അനുമോളുടെ കൂടെ നിന്നോണ്ടായിരിക്കും ചിലപ്പോ അവര് ഒന്നും ആ. പറയണ്ടെന്ന് വിചാരിച്ച് പക്ഷെ അവരിപ്പോഴാണ് നിന്നതായിരിക്കും. കണ്ണ് തുറന്നത്. ഇപ്പൊ എനിക്കൊന്ന് കണ്ണു 2 തുറന്നിട്ട് ദിവസം കാര്യമില്ലല്ലോ. അതെ, കാര്യം അവർക്ക് മനസ്സിലായി കാര്യം ഇത് നെഗറ്റീവിലോട്ടാ ഇവള് പോകുന്നത്. ഇവളുടെ കൂടെ പൊക്കോണ്ടിരിക്കുന്നത് നിന്ന പണി കിട്ടും എന്നുള്ള നാശത്തിലേക്കാണ് പിടികിട്ടി. ഇവളുടെ പോക്കൻ. അത് പിടികിട്ടി. അത് പിടികിട്ടി കഴിഞ്ഞാൽ പിന്നെ പയ്യെ വലിഞ്ഞാലേ ശരിയാവുള്ളൂ. അല്ലെ പുറത്ത് പോകുമ്പം ഉംഫും എന്നുള്ളത് പിടികിട്ടി. അതെ, അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോ വേറെ അനുമോളുടെ വഴിയില്ല. വാലായിട്ടിരിക്കാനല്ല ഞാൻ വന്നതെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. വന്നന്നൊക്കെ. പക്ഷെ അപ്പൊ പുള്ളിക്കാരിക്ക് തന്നെ ഒരു ചെറിയ നെഗറ്റീവ് ആയി അവിടെ. നെഗറ്റീവായി സ്വയം വാലായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. വെക്കാൻ. അതിനിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ആ, എനിക്ക് പക്ഷെ കുറച്ച് മൊമെന്റുകളൊക്കെ എന്താണെങ്കിലും ഈ ആഴ്ചയിൽ നല്ലതായിട്ട് തോന്നി. ഈ ഷാനവാസ് അക്ബർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഷാനവാസ് അനീഷ് കോംബോയ് നല്ല, മറ്റേ അനീഷിന് താടി
പുള്ളിയാണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. ഇവിടെ ഇങ്ങനെ കൃതാവൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്തത്. എന്നിട്ട് അന്നേരം അനീഷ് താങ്ക് യു ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കൊള്ളത്തില്ല. അല്ല, അവരൊരു ടോം ആൻഡ് ജെറി ഇതാണല്ലോ. എന്നിട്ട് പുള്ളി തന്നെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ എന്നാലും ഇത് വൃത്തികേടാണ്, കൊള്ളത്തില്ല എന്നുള്ള രീതി. അവരുടെ കോംബോ സൂപ്പറാണ്, നല്ല രസമുണ്ട്. ഇന്നും കണ്ട് പോയി കംപ്ലൈന്റ് ചെയ്തില്ലേ? അവനെ കണ്ട് കൈ കാണിച്ചെന്ന് കണ്ട് അവന്റെ കൈ ഒടിച്ച. അത് ഈ ടാസ്ക് നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അതായത് തലയിൽ തൊപ്പി വെച്ചിട്ടാണല്ലോ ഇത് ചെയ്യണ്ടേ. അന്നേരം ഈ ജിസേല് പിന്നെ ബാക്കി വേറെ രേണുവാണ്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുടി ക്യാപ്പിന്റെ ഇതിന്റെ അകത്തൂടെ ഇട്ട്, അപ്പം തലേന്ന് അങ്ങനെ പെട്ടെന്ന് ഊരാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ മുടിയും കൂടെ അന്നേരം വലിഞ്ഞ് പറഞ്ഞു പോരുമല്ലോ. ആ രീതിയിൽ അങ്ങനെ വെച്ചു. നെവിൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവൻ ഹുഡി എടുത്ത് ഈ തൊപ്പിയുടെ മണ്ടയിൽ കൂടെ ഇടും. പക്ഷെ അന്നേരം തന്നെ ബിഗ് ബോസ് പറഞ്ഞു നെവിൻ തുണിയെടുത്ത് മാറ്റൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അനീഷ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കട്ടിലെ പോയിരുന്നിട്ട് അപ്പാനിയും പിന്നെ മറ്റേ സാബുമാനുമാണ് പുള്ളിയുടെ അടിമകളായിട്ട് അല്ല സഹായികളായിട്ട് നിൽക്കുന്നത്. അവര് ബെഡ്ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഇങ്ങേരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അവിടോട്ടങ്ങ് കിടന്നു. എന്നിട്ട് തൊപ്പി തലയിൽ വെച്ചിരുന്ന തൊപ്പി എടുത്തിട്ട് അതിനെ പുള്ളിയുടെ അടിയിലോട്ട് വെച്ച്. അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു അത് തൊപ്പി തലയിലാണ് ഇരിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു. പക്ഷെ പുള്ളി ഇങ്ങനെ അതിന്റെ മണ്ടയിലോട്ട് കയറി കിടന്നു. അപ്പം ഇവര് ലക്ഷ്മിയും പിന്നെ ജിഷിനൊക്കെ വന്ന് നോക്കിയായിരുന്നു പുള്ളിയുടെ ഇതെടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഷാനവാസ് വന്ന് തൊപ്പി എടുക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് പുള്ളി കയ്യെ കയറി കടിച്ച് കഴിഞ്ഞപ്പോ പുള്ളിക്ക് ആ ഇത് വന്നു. പുള്ളി എന്തോ കൊടുക്കുകയും ചെയ്തു തോന്നുന്നു. അപ്പൊ അതെന്താണ്ട് മോന്തയ്ക്കാണ്ടെന്തോ ഇതായിട്ടുണ്ട്. പിന്നെ ഇവരെല്ലാം കൂടെ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോ ഒരു ഇതിന്റെ അകത്ത് നോക്കിയപ്പം അനീഷിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടിരുന്ന അപ്പാനി അങ്ങേരുടെ തലയിരുന്നോണ്ടാ പ്രൊട്ടക്ട് ചെയ്തിട്ട് പുള്ളിയുടെ തലയിൽ കയറി ഇരിക്കുന്ന പോലെ. അപ്പൊ എന്തോ കഴുത്ത് ഏതാണ്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ മൊത്തത്തിൽ പുള്ളിക്ക് നല്ല രീതിയിൽ ഒരു പണി കിട്ടി. പക്ഷെ അത് ഈ ഇതിന്റെ മണ്ടേ കയറി കിടന്നോണ്ട് അവിടെ എഴുന്നേറ്റ് ജിസേലൊക്കെയാണ് അവിടെ ഓടി നടക്കുകയായിരുന്നു. പക്ഷെ ജിസേലിനെ പിടിക്കാനായിട്ട് ഇവരെല്ലാം കൂടെ ഒരു ശ്രമം നടത്തി. പക്ഷെ ഏറ്റില്ല. എന്നിട്ട് വിരിഞ്ഞ് ആരാണ്ട് പറയുന്നുണ്ടായിരുന്നു ജിസേലിന് ഭയങ്കര ആരോഗ്യമാണെന്ന് പറയുന്നു. അത് പഞ്ചാബി കരുത്തായിരിക്കും. പക്ഷെ ഒന്നാമത് നല്ല ഹൈറ്റ് പിടിക്കാനായിട്ട് പറ്റിയില്ല. പക്ഷെ അനുമോള് പോയിട്ട് ഈ നമ്മുടെ രേണുവിന്റെ തൊപ്പി എടുക്കാൻ നോക്കിയിട്ട് അതിന്റെ ആ വാല് ഏതാണ്ട് അങ്ങ് പറഞ്ഞു പോകുന്നു. അതുകൊണ്ടായിട്ട് പുള്ളിക്കാരി ഹുക്കിക്കൊണ്ടിട്ട്. പക്ഷെ അത് ഷാനവാസ് ഏതാണ്ട് എടുത്ത് മാറ്റിയിരുന്നു. അവസാനം ആരാ ജയിച്ചത്? അക്ബറും ഷാനവാസ്. അത് ഈ അനീഷിന്റെ തൊപ്പിന്ന് പകുതി മുക്കാലും പറഞ്ഞു പോകുന്നു. എടാ ഇത് ഈ 3 സ്പെഷ്യൽ പവറുകൾ കിട്ടുന്ന രീതിയിൽ ക്യാപ്റ്റൻ ഈ 3 പേരായിട്ട് തിരിച്ചു. പരസ്പരം ഇതിന്റെ അകത്ത് അടിയുണ്ടാക്കിയവരെയൊക്കെ പിടിച്ചിട്ട് 3 പേരായിട്ട് തിരിച്ചു. ഇപ്പം അക്ബർ ഷാനവാസ്, അനുമോൾ ജിസേൽ ശൈത്യ, പിന്നെ അപ്പാനിയും അനീഷ്, അങ്ങനെ പരസ്പരം ഇതാക്കുന്ന രീതിയിലുള്ള കോംബോയാ ഇതിന്റെ അകത്തെല്ലാം ഇട്ടിരിക്കുന്നത്. ഇവരുടെ കൂടെ ആരായിരുന്നു? അക്ബറിന്റെയും ഷാനവാസിന്റെയും കൂടെ രേണു. അവര് 3 പേരും ജയിച്ചു. അവര് 3 പേരും ജയിച്ചു. അവരെന്ത് ചെയ്തു? രേണുവിനെ പിടിച്ച് ക്യാപ്റ്റനാക്കി. ഇവര് 2 പേരും പോയി ഡിസ്കസ് ചെയ്ത് രേണു വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോ. എന്തിന്റെ ക്യാപ്റ്റൻ? ഈ ടാസ്കിൽ അതായത് ഒരു ക്യാപ്റ്റനും 2 സഹായികളുമാണ് ഓരോ ടീം. അതില് ക്യാപ്റ്റൻ ഇവര് ഈ തൊപ്പി കൊണ്ടുപോയിട്ട് ആ ഹുക്കി കൊണ്ട് ഇടണം. കുറച്ച് ഇത് വെച്ചിട്ടുണ്ട്. അതിൽ ഹുക്കി കൊണ്ടിടുന്ന ടീം ഓരോ ഘട്ടങ്ങളായിട്ട് നടക്കുന്നത്. ഇതിപ്പോ ഇതിന്റെ ഫസ്റ്റ് ലെവലാണ് കഴിഞ്ഞിട്ടുള്ളത്. ഈ ഓരോ ലെവലും കഴിഞ്ഞ് ഇതിൽ ജയിക്കുന്ന ആൾക്കാർക്ക് ഈ 3 പവറുകൾ കിട്ടും. അത് ആർക്കൊക്കെ കൊടുക്കണമെന്ന് ക്യാപ്റ്റന് തീരുമാനിക്കുക. ഒരെണ്ണം നോമിനേഷൻ ഫ്രീ, ഒരെണ്ണം വേറൊരാളുടെ ഡയറക്റ്റ് നോമിനേഷനിൽ ഇടാനുള്ളത്, മറ്റേത് ഫാമിലീനെ ഒരാഴ്ച കൂടെ നിർത്താൻ പറ്റും, ഫാമിലി വീക്കിൽ അങ്ങനെ. അപ്പൊ ഈ ആദ്യത്തെ ലെവലിൽ ഇവരാ ജയിച്ചേക്കുന്നത്. അതിന്റെ ഇടയിൽ ആര്യം വന്നിട്ട് അക്ബർ തന്നെ പറയുന്നുണ്ടായിരുന്നു, അതായത് രേണുവിനെയാണ് ടീമിൽ ഇവര് അപ്പാനി വന്നിട്ട് പറഞ്ഞു 2 ഗുണ്ടകളെ പിടിച്ച് ഒരുമിച്ച് ഒരു ടീമിൽ ഇട്ടിരിക്കുകയാണ് ബിഗ് ബോസ്, അതെന്ത് പരിപാടിയാ. ഇവര് 2 പേരും
സ്ട്രോങ് ആണല്ലോ. പക്ഷെ ഇവര് സ്ട്രോങ് ആയിട്ട് കാര്യമില്ലല്ലോ. കൂടെ നിൽക്കുന്നത് രേണുസുതിയാണല്ലോ. അതെ. അത് അക്ബർ പറയുന്നുണ്ടായിരുന്നു. അപ്പം ആര്യൻ എന്ത് ചെയ്തു, അത് ജോക്ക് ചെയ്തോണ്ട് പുള്ളിയുടെ ഒരു ഡാർക്ക് ഹ്യൂമർ മിക്കവാറും ഈ ടാസ്ക് സുധിച്ചേട്ടൻ്റെ അടുത്ത് കഴിയുമ്പത്തേക്ക് സുധിച്ചേട്ടൻ്റെ രേണു അടുത്ത് തന്നെ പോകേണ്ടി സുധിച്ചേട്ടന്റെ വരുന്നത്. അടുത്തേക്ക് പോകേണ്ടി വരുമെന്ന്. പക്ഷെ അക്ബർ അത് കയറി പിടിച്ച്. അത് പുള്ളി ആദ്യം ജിഷിന്റെ ഒക്കെ അടുത്തിരുന്നാ പറഞ്ഞത്. ജിഷിനും പിന്നെ ശരത്താണ് കൂടെ ഉണ്ടായിരുന്നത്. അവരൊക്കെ ഇരുന്ന് ചിരിച്ചു. തിരിച്ചു. അപ്പൊ പുള്ളി ഓർത്തു, ഓക്കെ ഈ കൊമേഡി ഇവിടെ ഏറ്റു, എല്ലാവരുടെ അടുത്തും കൊമേഡി വർക്ക് ചെയ്യാന്നുള്ള രീതിയിൽ. പക്ഷെ എനിക്കത് അക്ബർ അത് സത്യത്തിൽ എനിക്കത് കേട്ടിട്ട് കൊമേഡി ആയിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ ഒരു കൊമേഡി കാര്യമുണ്ട്, ആയിട്ട് അത് അവൻ ഇവിടെ പറഞ്ഞേ. പറയേണ്ടതല്ല. ആ ടി വി വന്നിരുന്ന് പറയണ്ടല്ലോ. പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ പറയണൊക്കെ അല്ല ചിരിക്കാൻ. ആണ് ഈ ആ രീതിയിലാണെങ്കിൽ ഈ ടാസ്ക് കഴിയുമ്പോ അവള് തവിട് പൊടിയാവും ആ എന്നുള്ളത് നമ്മൾ പറയുന്ന പോലെയാണ് പുള്ളി പറഞ്ഞു. പക്ഷെ എടാ, അതെന്താ സുധിച്ചേട്ടനെ അറിയോ, ഇൻവോൾവ് ചെയ്തോണ്ട് അത് ഇവിടെ 24 മണിക്കൂർ സുധിച്ചേട്ടനായാലും പറയുന്നോണ്ടായിരിക്കും അവൻ പറഞ്ഞത്. സുധിച്ചേട്ടന്റെ സുധിച്ചേട്ടന്റെ അടുത്തോട്ട് അടുത്ത് തന്നെ പോയി. പെട്ടെന്ന് പോകാനുള്ളതായിരിക്കും ഒന്ന്. പക്ഷെ പക്ഷെ അതൊരു അത് കൊമേഡി അത് ആയിട്ട് പറഞ്ഞു. തെറ്റാണല്ലോ. കാര്യം സുധിച്ചേട്ടൻ എപ്പോഴും പുള്ളിക്കാരിയുടെ കൂടെ ഉണ്ടല്ലോ. ആ അപ്പൊ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. പോയി. നമ്മളിപ്പോ ഇരുന്ന് പറഞ്ഞ പോലെയാണ് അവനും പറഞ്ഞത്. പക്ഷെ അത് അവിടെ ഇച്ചിരി റോങ് ആയിട്ട് വന്നതുകൊണ്ട് അക്ബർക്ക് അത് കറക്റ്റ് ആയിട്ട് പിടിച്ചു. അത് പറയുകയും ചെയ്തു. എനിക്ക് അക്ബറിനെ അത് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു അവന്റെ പുള്ളിയുടെ കൺട്രോൾ ചെയ്ത് പുള്ളി ഈ ലോക്കൽ ഇത് പുറത്തോട്ട് വിടാതിരുന്നു കഴിഞ്ഞാൽ നല്ലതാ. അതെ. അത് കറക്റ്റ് വേണ്ട, കാര്യങ്ങൾ അതിനേക്കാളും പറഞ്ഞു അതിനേക്കാളും തറ ലോക്കൽസ് കയറി വന്നു. വൈൽഡ് അക്ബറൊന്നും കാർഡില്. ഒന്നും അല്ല എന്നുള്ള അതെ ലെവലിലുള്ള സാധനങ്ങളൊക്കെ വന്നു. അതെ. മസ്താനിയൊക്കെ എന്തോന്നു ഇപ്പൊ ഇനിയിപ്പോ ഒന്നും വെറും പറയാനും ഇല്ല. ഇനിയിപ്പോ അകത്തെ ഇതൊക്കെ വെച്ച് ചെയ്യേണ്ടയും വരും. മസ്താനിയുടെ പറയാ ഇതെല്ലാം കഴിഞ്ഞു. ഇനി അവൾക്ക് പറയാനില്ല. അവിടെ വെറും തറ. സാബു ഇത് കാണുമ്പോ തന്നെ സാബു ഛർദ്ദിക്കാൻ വരുന്നത് ഈ മസ്താനി അനുവിനെയൊക്കെ. സാബുമാൻ മറ്റേ 15 മിനിറ്റ് ഇത് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, ബിഗ് ബോസ് ടാസ്ക് കൊടുത്തു. അപ്പൊ അതിലെ എല്ലാവരും പുള്ളി ഒരു വേർത്തി കണ്ടസ്റ്റന്റ് ആണോ എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് ചോദിച്ചത്. അത് വീട്ടിലുള്ളവർ പറയണമെന്ന്. അപ്പം എല്ലാരും പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അല്ല. അവൻ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ. ആ. ജിഷിൻ അത് പറഞ്ഞോണ്ടാണ് എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്നല്ല, ഇവൻ എന്തോ ഉണ്ടാക്കിയെന്നുള്ള രീതിയിൽ പറഞ്ഞു. അവന് ശരിക്കും കിട്ടിയായിരുന്നു. ഉം. എല്ലാരും കൂടെ ഇട്ട് ഊക്കി, അമ്മാവൻ എന്നൊക്കെ പറഞ്ഞ് ഊക്കി ആരെ വിട്ടു ജിഷിന്? ജിഷിന്. ഉം. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാം പറഞ്ഞപ്പം ഇവന്റെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട്. അതാണ് ഇവിടെ എല്ലാരും ഭയങ്കര നെഗറ്റീവ്. പുള്ളി എപ്പോഴും ചിരിച്ചോണ്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പം ഒരു ഉം. പോസിറ്റീവ് വൈബ് ഉണ്ടെന്നുള്ള രീതിയിലാണ്. അനുമോൾ അന്നേരം ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയാ, ഇപ്പൊ എല്ലാരും പോസിറ്റീവ് ആണെന്നൊക്കെ പറയും. എന്നിട്ട് ഇവര് തന്നെ എല്ലാം നോമിനേറ്റ് ഒക്കെ ചെയ്യും, കണ്ടോണം. അതെ. അവന് ചെയ്യാണ്ടിരിക്കൂ നമ്മളെ വിചാരം എന്താ പറഞ്ഞോണ്ടൊക്കെ. എനിക്കറിഞ്ഞൂടാ. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ഋഷിയുടെ ഒരു ചെറിയ ഇതുണ്ടെന്ന് തോന്നുന്നു. ഋഷി ഈ ഇതുപോലായിരുന്നു. പുള്ളിക്കാരുടെ ഇതില് പുള്ളിക്കാരി മാത്രമാണ് ഇവിടെ സത്യസന്ധത. ബാക്കി അതെ. എല്ലാവരും ഊളന്മാര് ഉം. എന്നുള്ള രീതിയിൽ. പക്ഷെ സത്യസന്ധതയൊക്കെ ഇനിയിപ്പോ വീക്കെൻഡിൽ കാണാൻ പറ്റും. അതെ. എന്തായിരിക്കും ഓ. ഭീകര അനുമോളുടെ അവസ്ഥ. കഴിഞ്ഞ അതായാൻ പ്രാവശ്യത്തെ മതിയായിരുന്നു. ഡോസിൽ തന്നെ ഒരുവിധം ഒന്ന് ഒതുങ്ങിയതായിരുന്നു. അതെ. ഇനിയിപ്പോ ഇപ്രാവശ്യത്തെ അതിലും ഭീകരമാണ്. പക്ഷെ ലലിച്ചൻ ശരിക്കും കൊടുക്കണം. എനിക്ക് മറ്റേ തമിഴ് ലാലേട്ടൻ സീസൺ 7 നമ്മുടെ മായ ഗ്രൂപ്പിനെ നമ്മുടെ കമൽ ഹാസൻ മറ്റേ ഇവനെ പുറത്താക്കിയില്ലേ, എന്ത് പ്രദീപിനെ പ്രദീപിനെ പുറത്താക്കി കഴിഞ്ഞാൽ അതിന്റെ ഫോളോയിങ് വീക്കെൻഡ് വീക്ക് ഭയങ്കര വഴക്കായിരുന്നു. അർച്ചനയും പിന്നെ മായ ഗ്രൂപ്പില്. ആ വീക്കെൻഡിൽ കമൽഹാസൻ വന്ന് വലിച്ചു കീറി. അത്ര ഫുൾ ആ ഒരു എപ്പിസോഡ് ഫുൾ അതായിരുന്നു. അതുപോലെ ആവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഫുൾ വലിച്ചു കീറലും വീഡിയോ കാണിക്കലും തെളിവ് കാണിക്കലും എല്ലാം. കുറുമ്പട്ടം കുറുമ്പട്ടമായിരുന്നു. എല്ലാത്തിനെയും വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ച്. അതിപ്പോ ഇതിലും കാണിക്കുന്നുണ്ടല്ലോ കൊറേ ഇതുപോലല്ല കമൽഹാസൻ സാറിന്റെ കുറുമ്പട്ടം ഒന്നും ഇങ്ങനത്തെ ഒന്നുമല്ല. അത് വേറെ ലെവലാണ്. അതെ, ഇത് വെറും അത് ഈ ലാലേച്ചിന് ഈ പ്രൊമോയിലുള്ള പവർ ഇതിന്റെ അകത്ത് വരുമ്പോ ഇല്ല. അതുകൊണ്ട് ലാലേച്ചിനൊരു നല്ല മനുഷ്യനായതുകൊണ്ട് പുള്ളിനെ കൊണ്ട് അങ്ങനെ ഒന്നും പറ്റത്തില്ല. പുള്ളി ഒരു പൂക്കിയാണ്. അപ്പം പുള്ളിക്ക് ഇങ്ങനെ പുള്ളിക്ക് കൂടി വന്നാൽ പുള്ളി ഏതറ്റം വരെ പോകും നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതാ മറ്റേ ലൈൻ കട്ട് കഴിഞ്ഞ അത്രേ ഉള്ളൂ. പുള്ളി കൊണ്ട് അതൊന്നും അതിൽ കൂടുതലൊന്നും വരത്തില്ല. അതിൽ കൂടുതൽ അതാണ് മാക്സിമം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പുള്ളിക്ക് ദേഷ്യപ്പെട്ടാൽ പോയിന്റ് ആയിട്ടൊന്നും പറയാനൊന്നും അറിയത്തൊന്നുമില്ല. ദേഷ്യം വരണമെങ്കിൽ ദേഷ്യം വരും, പക്ഷെ പറയാനൊന്നും അറിഞ്ഞൂടാ. അവർ മൈക്കിൽ കൂടെ പറഞ്ഞു കൊടുക്കണം, ചെവി കൂടെ എന്ത് പറയണം. കാണുന്നുണ്ടെന്നൊക്കെയാണ് ലാലേച്ചൻ പറയുന്നത്. പക്ഷെ 24 മണിക്കൂറൊന്നും കണ്ടോണ്ടിരിക്കാൻ നമ്മളെ ലാലേച്ചന് തീരെ ഉണ്ടാവില്ല. അതെ, എപ്പിസോഡ് തന്നെ കാണാൻ നേരം നമുക്ക് തന്നെ സമയമില്ല. അപ്പോഴാ പിന്നെ ലാലേച്ചന്റെ കാര്യം പറയണം.
ഞാൻ അറിയുന്നത് ഈ വിജയ് സേതുപതി കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് ചെയ്ത പോലെ ഒരു ടീമിനെ പ്രോപ്പറായിട്ട് പുള്ളി വെക്കണം. ലൈവ് കാണാനും പുള്ളിനെ കറക്റ്റായിട്ട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും. അങ്ങനെയാണ് പുള്ളിക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതൊക്കെ വെച്ചിട്ട് അത് ഓൾറെഡി ബിഗ് ബോസിന്റെ അകത്തെ ആൾക്കാർ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ അതെനിക്ക് അറിഞ്ഞൂടാ. അത് എഫക്റ്റീവ് അല്ല. കറക്റ്റ് മൈക്കിൽ കൂടെ പുള്ളി തന്നെ ഒരു ഇങ്ങനെ വേറെ തൊഴിലൊന്നും ഇല്ലാത്ത ഏതെങ്കിലും അതെ ഇങ്ങനെ കുറച്ച് പേരെ വെച്ചിട്ട് അതെ കറക്റ്റായിട്ട് കാര്യങ്ങൾ ലലിച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ. ബിഗ് ബോസിന് പുറമേ ഉള്ള ഒരു അപ്ഡേഷൻ പുള്ളിക്ക് ആവശ്യം വേണമെന്ന് തോന്നുന്നു. അതെ. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം ഈ വീക്കെൻഡിൽ ലലിച്ചൻ പൊളിച്ചെടുക്കുമെന്നുള്ളത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനായിട്ട് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നെവിൻ മറ്റേ പുറത്തു പോയ സംഭവമൊക്കെ ഈ ആഴ്ചയിലല്ലേ നടന്നു? മറ്റേ അല്ല, അതൊക്കെ കഴിഞ്ഞ സ്വച്ഛാധിപതി ആഴ്ചയിൽ. കഴിഞ്ഞ ആഴ്ചയാണോ? ആ ഇവൻ പുറത്തു പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞ ആഴ്ചയിൽ. ആ സ്വേച്ഛാധിപതിയുടെ അതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു മറ്റേ ആ അതിൻ്റെ അകത്ത്. പറഞ്ഞെന്ന് തോന്നുന്നു. അതൊക്കെ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവം. ആ കഴിഞ്ഞ എനിക്ക് ഓർമ്മയില്ല. വീക്കെൻഡിലല്ലേ നെവിൻ എന്താ അസുഖം എന്നൊക്കെ ചോദിച്ചത്. ഇനി മേലാൽ പോകരുത്, പോകരുത്. മേലാൽ ഇമ്മാതിരി വർത്തമാനം പറയുന്നത്. ആ, അതായത് ഇത്രയൊക്കെ ഉള്ളൂ. ഇൻ ഷോർട്ട് അനുമോൾ ഒരു മയിലാണ് എന്നുള്ളത്. മൈ നമ്മുടെ സാധാരണ എപ്പിസോഡുകളിൽ നിന്നും ബിഗ് ബോസ് കുറച്ച്, പിന്നെ പ്രത്യേകിച്ച് ജെയിംസ് ബോണ്ടും കൂടെ ആയിട്ടിരുന്ന് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഭാഷയുടെ അതിർവരമ്പുകൾ ഇടയ്ക്ക് ഭേദിക്കാറുണ്ടെങ്കിലും ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. പിന്നെ പോളിന്റെ സംഭവം കൂടെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആരെയാണ് എലിമിനേറ്റ് ആക്കേണ്ടതെന്ന് ചോദിച്ച് പോൾ ഇടാറുണ്ട്. അപ്പൊ അത് എനിക്ക് മനസ്സിൽ വരുന്ന റാൻഡം ഇത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത്. ഇനി മുതൽ ഞാനിങ്ങനെ ആലോചിച്ചു, അതായത് ബിഗ് ബോസ് ഇങ്ങനെ മറ്റേ പറയല്ലോ 18 വോട്ടുകളുടെ ജിഷിൻ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ സാധനങ്ങളുള്ള അത് ആ ഓർഡറിൽ ഇനി തൊട്ടിടാം. കാര്യം ആൾക്കാർക്കൊരു അതൃപ്തി തോന്നണ്ട, ഇവൻ എന്ത് തേങ്ങയാണ് ഇങ്ങനെയൊക്കെ പോൾ ഇടുന്നതെന്നൊക്കെ ചോദ്യങ്ങൾ വരണ്ട എന്നുള്ളത് കൊണ്ട് എന്ത് പറയാം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു അപ്പൊ പോളുകളൊക്കെ അങ്ങനെ ഇടുന്നതായിരിക്കും. ആ ഓർഡറിലായിരിക്കും ഇനി തൊട്ട് ഞാൻ ഇടുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ആർക്കെങ്കിലൊക്കെ പരാതികളുണ്ടെങ്കിൽ അതിവിടെ സ്വീകരിക്കപ്പെടുന്നതല്ല. അല്ല, നമ്മൾ എന്ത് ഓർഡറിൽ ഇട്ട് കഴിഞ്ഞാലും ഈ ചാനലിന്റെ പേര് പോലെ തന്നെ ഇത് നല്ല കൊമേഡി എന്ന് പറഞ്ഞുള്ള കമന്റ് ഒക്കെയാണ് വരുന്നത്. എനിക്കറിയാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ആ ഓർഡറിലായിരിക്കും ഞാൻ ഇപ്പോൾ ഇടുന്നത്. മേലാൽ മേലാൽ വിളിക്കരുത്. അല്ലേലുണ്ട് നീ, അതായത് ഇത് ഇട്ടിട്ട് ഇപ്പൊ 4 പേരല്ലേ ഇടാൻ പറ്റത്തുള്ളൂ എന്നല്ലേ ഈ പറഞ്ഞ? യൂട്യൂബിലാകെ 4 ഓപ്ഷൻസ് ഇടാൻ പറ്റും. അപ്പം മൾട്ടിപ്പിൾ പോളായിട്ടാണ് ഇടുന്നത് ഞാൻ. അപ്പൊ നീ ഇത് ചെയ്യണം. അതായത് 4 പേർ ഇട്ടിട്ട് കമന്റിൽ മെൻഷൻ ചെയ്യാം. അപ്പം ഇതല്ലാതെ വേറെ ആൾക്കാർക്കാണ് നിങ്ങൾ എന്താ ഇത് ചെയ്യാൻ പോകുന്നതെങ്കിൽ വെയിറ്റ് ചെയ്യാം, അടുത്ത പോളിന് വെയിറ്റ് ചെയ്യാം. അത് വന്നിട്ട് അവരുടെ പേര് കുത്താൻ. അല്ല, ഇത് നമ്മൾ തമിഴ് മറ്റേ ഇത് ചെയ്യുമ്പോഴ അതിന് മുന്നത്തെ മലയാളം ഒരു എന്താ പറയുന്നത് 4 ആഴ്ച 3 ആഴ്ച ഏതാണ്ട് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഇങ്ങനെയാ പൊക്കോണ്ടിരുന്നേ. അത് പുള്ളിക്ക് അറിഞ്ഞുകൂടാ. അല്ല അതെ പറയാം. അതായത് ഇതാകുമ്പോ കറക്റ്റ് വരുമല്ലോ. ഇത് എന്തോ ആര് പുറത്ത് പോണം എന്നുള്ളതല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം 4 പേരുടെ പേരിട്ടു, കമന്റിൽ എന്നിട്ട് ബാക്കിയുള്ളവരുടെ പേര് അടുത്ത ഇതിലുണ്ടെന്നോ അല്ലെങ്കിൽ വരുന്നുണ്ടെന്നോ, അതാകുമ്പോൾ അവർ ഇതിനകത്ത് ഏതെങ്കിലും സെലക്ട് ചെയ്യണ്ടല്ലോ. അവർക്ക് വേണ്ട ആൾ ഇതിനകത്ത് ഇല്ലെങ്കിൽ അടുത്തതിന് വേണ്ടി ചെന്ന് കുത്തണം. അതാകുമ്പോൾ കറക്റ്റ് എല്ലാം കൂടെ കിട്ടുക, നമ്പർ ഓഫ് അതൊക്കെ ഇപ്പൊ ആൾക്കാർക്ക് അറിയാം. കാര്യം ഇത് ഇവരുടെ ഇതിന്റെ അകത്ത് വന്ന് കിടക്കും. അത് ഇങ്ങനെ താഴോട്ട് അടുത്ത ഇതിന്റെ അകത്ത് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അതിലല്ല പ്രശ്നം. ഈ 4 പേരുടെ പേരിടുന്നില്ലേ, ഏത് 4 പേരുടെ പേരാണ് ഒരുമിച്ചിടുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഈ 4 പേരുടെ പേരാണോ ഇടുന്നത്? അതായത് അവരുദ്ദേശിക്കുന്ന കോംബോ നമ്മള് ഗണിച്ച് നമ്മൾ ഇടണം. അതായത് നമുക്കറിയത്തില്ലല്ലോ. അവര് ഉദ്ദേശിക്കുന്ന കമ്പാരിസൺ വരും എന്നുള്ള ഇതിലായിരിക്കും. ആ ഒരു പോളിൽ തന്നെ ആർക്ക് കൂടുതൽ കിട്ടി എന്നുള്ള ഒരു ഇത് വരും മൊത്തം പറയും. അതായത് ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ പേര് ഒരുമിച്ച് ആണുങ്ങളുടെ പേര് ഒരുമിച്ച് അങ്ങനെ ഇടുന്നതിന് വരെ ഇപ്പം, അതായത് ഇപ്പം ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള ഒരാള് വിത്ത് എ ലോ പെർഫോമിംഗ് ആള്, അങ്ങനത്തെ രീതിയിൽ ബാലൻസ് ചെയ്ത് ഇടണമെന്നുള്ള രീതിയിലായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷെ അത് എനിക്ക് അന്നേരം ഇടാൻ തോന്നിയ പോലെ ഞാനും കിട്ടും. ഇനി മുതൽ ബിഗ് ബോസിന്റെ ഈ പണ്ടാറ അനുസരിച്ച് ഞാൻ ഇടുള്ളൂ. അത് പിന്നെ കുഴപ്പമില്ല. കാര്യം നമുക്കത് പറയാൻ പറ്റില്ല. അങ്ങനെ ഇടുമ്പോൾ ആൾക്കാർക്ക് എളുപ്പമല്ലേ. ഇപ്പൊ ഞാനിങ്ങനെ ചോദിക്കുകയാണ്, അക്ബർ, രേണുസുതി, ഷാനവാസ്, ശൈത്യ, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആൾക്കാർക്ക് ശൈത്യയും രേണുവിനെ ചൂസ് ചെയ്താൽ പോരെ. അക്ബറിനെയും ഇതിൽ ടോപ്പായിട്ടുള്ള ആൾക്കാരിൽ ഒരുമിച്ചിട്ട് കഴിയുമ്പോൾ അവരിൽ നിന്ന് എങ്ങനെ ചൂസ് ചെയ്ത് കാണണം,
അതിലാൾക്കാർക്ക് ആരെയാണ് ഇഷ്ടം എന്നുള്ള ആർക്കാണ് കൂടുതൽ ആൾക്കാർ നോക്കുന്നതെന്നുള്ളതൊക്കെ അറിയാനായിട്ടൊക്കെയാണ് ഇങ്ങനെ പക്ഷെ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വയ്യ എനിക്ക്. അതുകൊണ്ട് ഞാൻ ബിഗ് ബോസ് പറയുന്ന പോലെ എല്ലാം ബിഗ് ബോസ് പറയുന്നത് പോലെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ അത് പറഞ്ഞപ്പോഴേ ഞാൻ ആദ്യത്തെ ഓരോ തവണ ഞാനത് മറന്നു പോകും. ഈ ആൾക്കാർ വോട്ട് ചെയ്തതിൽ എങ്ങനെയൊക്കെയാണ് ആരൊക്കെ കറക്റ്റായിട്ട് ഗസ് ചെയ്തു എന്നുള്ള കുന്തം പറയണമെന്ന് ഞാൻ എപ്പോഴും ഓർക്കും. പക്ഷെ ഞാനത് ഓരോ തവണയും വിട്ടുപോകും. അത് ആദ്യത്തേൻ്റെ അകത്ത് സരികയും ശാരിക ഔട്ടായ സംഭവത്തിൻ്റെ അകത്ത് സരികയ്ക്ക് 33% ആൾക്കാർ പുറത്തു പോകുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ സരികയും ശൈത്യ ഈക്വലൻ്റ് ആയിരുന്നു. പക്ഷെ സരികയാണ് പുറത്തു പോയത്. പിന്നെ ശാരികയ്ക്ക് 17% ആൾക്കാർ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവര് കൺഗ്രാജുലേഷൻസ്, നിങ്ങളുടെ ഗസ്സിങ് കറക്റ്റ് ആയിരുന്നു. ബിൻസിയുടെ ഏതാണ്ട് ഇതുപോലെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചില്ല. അതുകൊണ്ട് എനിക്കറിഞ്ഞൂടാ. ഇത്തവണ നമുക്ക് നോക്കാം ആരുടെ കണക്കുകൂട്ടലുകളാണ്. ആര്യനാണ് ആൾക്കാർ ഇതുവരെ കൂടുതൽ ഇത് വന്നിരിക്കുന്നത്. ആര്യനൊരു 33% ആര്യന്റെ ഗ്രൂപ്പിന്റെ അകത്തുനിന്ന് പോകുന്നുള്ള രീതിയിൽ. ആര്യൻ, രേണു, ഒനീല് ഈ 4 പേരുടെ അകത്ത് ആര്യനാണ് ആൾക്കാർ വോട്ട് ചെയ്തിരിക്കുന്നത്. അവനോടെ ഉണ്ടല്ലോ, കുറച്ച് ദിവസമായി കണ്ടിട്ട്. അല്ല ഈ മറ്റേ സംഭവത്തിന്റെ അകത്തൊക്കെ പുള്ളി വന്ന് പറഞ്ഞായിരുന്നല്ലോ, ജിസേലിന്റെ ഇതിന്റെ അകത്ത് അത് റോങ് ആണെന്നുള്ള രീതിയിൽ. ശരി. പക്ഷെ അതിന് തലേ ദിവസത്തെ രാത്രിയിലാണ് മറ്റേ അനുമോൾ ഈ കാര്യമൊക്കെ പറഞ്ഞപ്പോ അവിടെ കൂട്ടത്തിൽ നിന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നോട്ടീസ് ചെയ്യുന്നേ ഇല്ല ഓൺലൈനിൽ. ഇപ്പൊ പണ്ടത്തെക്കാളും പിന്നെയും എന്തൊക്കെയോ കാണാനൊക്കെ ഉണ്ട്. അവരുടെ ആ ഗ്രൂപ്പ് അങ്ങനെ പ്രോപ്പർ ഗ്രൂപ്പ് അല്ലല്ലോ. ഇപ്പൊ ഒഷാന ഗ്രൂപ്പ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഒണിയില്, ഷാനവാസ്, അഭിലാഷ്, നെവിൻ. ഒഷാനയിൽ ഇപ്പൊ നെവിൻ ഇല്ല. പിന്നെ ഷാനവാസിനെ ഈ ഒണിയിലിനും അഭിലാഷിനും അത്ര വലിയ താല്പര്യമൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ പേര് നിർത്തിയിരിക്കുന്നുള്ളൂ. അപ്പൊ അതും ഇല്ലെന്നുള്ള രീതിയിലാണ്. പിന്നെ ഷാനവാസ് അക്ബർ ഒന്നിച്ചു. പക്ഷെ അവരൊന്നിച്ചു കഴിഞ്ഞപ്പം ഇപ്പൊ ഇന്നത്തെ ടാസ്കിലൊക്കെ ആണെങ്കിലും അപ്പാണി ഉടക്കാൻ തുടങ്ങി. നമ്മൾ രണ്ടൊരു കുറ്റം പറഞ്ഞിട്ടതല്ലേ ഇപ്പൊ നിങ്ങളങ്ങ് ഒന്നിച്ചു. അപ്പൊ ഞാൻ എന്നുള്ള രീതി. അപ്പൊ അതില് അങ്ങനെ. പിന്നെ ബിന്നി, അഭിലാഷ്, നൂറയിലെ ആൾക്കാർക്ക് നൂറ പോകണമെന്നാണ് ആഗ്രഹം. 67%. ശൈത്യ, രന, അനുമോൾ, ജിസേലിന്റെ അകത്ത് അനുമോൾ 55% ആളുകൾ പറയുന്നുണ്ട് പോണെന്ന്. ഷാനവാസ്, അക്ബർ, അനീഷ്, അപ്പാണിക്കകത്ത് അപ്പാനി പോണെന്ന്. അപ്പൊ ആൾക്കാരുടെ ഒരു ഇതുവരെയുള്ള ഇതിൽ പ്രകാരം അവര് പോണെന്ന് ആഗ്രഹിക്കുന്നത് അപ്പാനി, അനുമോൾ, നൂറ, ആര്യൻ എന്നിവരാണ്. നിനക്ക് ആരാ പോകുന്നതെന്നാ തോന്നുന്നു? രണ്ടുപേരെ ചിലപ്പോൾ എടുത്തു കളയാൻ സാധ്യതയുണ്ട് ഈ വൈൽഡ് കാർഡുകളൊക്കെ വന്നതുകൊണ്ട്. എലിമിനേഷനിൽ ഉള്ളവരുടെ പേരുകൾ അറിയാം. ആര്യൻ, രേണു, ആദില, നൂറ, ഒനീല്, അഭിലാഷ്, ബിന്നി, ജിസേല്, അനുമോള്, രന, ശൈത്യ. ഇത്രയും പേരാണുള്ളത്. ശൈത്യം റേണും പോയാൽ മതി. പോയാൽ മതി എന്നല്ല, പോവായിരിക്കും. രേണു എന്തായാലും പോണെന്നാണ് എൻ്റെ ഒരു. പക്ഷെ രേണു പോവെന്നറിയത്തില്ല. രേണുവിനിപ്പം ആരാധക, പ്രത്യേകിച്ച് മറ്റേ മസ്താനിയുടെ ആക്രമണമൊക്കെ കഴിഞ്ഞതുകൊണ്ട് കൂടുതലൊരു ചാൻസ് ശൈത്യക്കാണ്. ശൈത്യം പിന്നെ ആരാ നമ്മുടെ ഇവൻ പോയോ, എന്താ തന്നെ ക്രിഞ്ചങ്കത്തൂര് പോവാന്ന്. ഈ ആൾക്കാരൊക്കെ ഓരോരോ ഇപ്പൊ അനുമോൾക്ക് തന്നെ ഇപ്പൊ ഒരു 3-4 പേര്. അനുമോള്, കുണ്ണുമോൾ, ക്രൈമോൾ, പിന്നെ അത് ലേറ്റസ്റ്റ് ഇത് വന്നതിന് ശേഷം. ആര്യനാണെങ്കിൽ ക്രിഞ്ചൻ കത്തൂരിയ, ആര്യൻ കാതൂറിയ. നിനക്ക് ആര് പോണെന്നാണ്? അനുമോൾ പോണെന്നുള്ള ഒരു പോണെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ അനുമോളിനെ പുറത്താക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനുമോൾ പോകത്തില്ലായിരിക്കും, വാണിംഗ് കെട്ടി അവിടെ ഇരിക്കുകയായിരിക്കും. അതാണ്, അനുമോൾ പോയാൽ ഏറ്റവും അടിപൊളി. പക്ഷെ എന്ത് ചെയ്യാം. രേണു അല്ലെങ്കിൽ പിന്നെ ആരാ ഇതിന്റെ അകത്തുള്ളത്? ആര്യൻ പോവാണെങ്കിൽ അവനും
ജിസേലിനും നല്ലതായിരിക്കും. ആ ശരി. പക്ഷെ ശൈത്യ കുറച്ചുകൂടെ ഒന്ന് ഇതാവണം. അല്ലാണ്ട് ശൈത്യ ഇങ്ങനെ അവിടെ ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ അറ്റ്ലീസ്റ്റ് അനുമോളുടെ അടുത്തൊന്ന് പുറത്തു ആര്യനൊക്കെ ഇത് ആക്റ്റീവ് ആണല്ലോ. ആ ശരി. പുള്ളിക്ക് എന്നാന്ന് വെച്ചാൽ ഹൈപ്പർ ഇത് ആ, ഉള്ളത് കൊണ്ട് അതുകൊണ്ട് കുറെ കളകളാന്ന് പറയും. ADHD ഒക്കെ ഉള്ളതുകൊണ്ട് എന്താ പറയുന്നതെന്ന് അവന് തന്നെ ബോധമില്ല. അതിനെക്കുറിച്ച് അതെ. അവൻ കെയർ ചെയ്യുന്നുമില്ല. പിന്നെ അപ്പോഴത്തെ ഇമ്പൾസിൽ എന്ത് തോന്നുന്നു അത് ചെയ്യും. ഇന്ന് തന്നെ എന്തോ ബിഗ് ബോസിന്റെ അടുത്ത് ക്യാപ്പ് എപ്പോഴും വെച്ചോണ്ടിരിക്കണമെന്നൊക്കെ. അപ്പൊ അന്നേരം ജിഷിൻ മറ്റേ മുട്ടത്തോട് വെച്ച് കളിയാക്കി. എനിക്ക് കിട്ടിയതൊന്നും കുളിക്കുമ്പോഴും പോരാ. വെക്കണോ, ഉടനെ ഇവൻ ഇതിന് ബിഗ് ബോസ് ബാത്റൂമിലും വെക്കണോന്നൊക്കെ പുള്ളി ഓ അവനങ്ങ് പറഞ്ഞ ഉടനെ ഇവനങ്ങ് കേറി അങ്ങ് പറയും. ചോദിക്കോ. ബോധമൊന്നുമില്ല, ഒരു ബോധവുമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണേലും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബിഗ് ബോസ് ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ. തിങ്കളാഴ്ച ദിവസം ആണ് നമ്മുടെ എപ്പിസോഡുകൾ, ഞങ്ങളുടെ തിങ്കളാഴ്ചയാണ് എപ്പിസോഡുകൾ സാധാരണ വരുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ചൊവ്വാഴ്ചയായിരിക്കും ചിലപ്പോൾ അപ്ലോഡായി വരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ ചൊവ്വാഴ്ചയാണ്, അല്ല ഇന്ന് ബുധനാഴ്ചയാണ്, എന്താണ് അതിൻ്റെ ചൊവ്വാഴ്ച, ചൊവ്വാഴ്ചയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബുധനാഴ്ചയായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്നലെ ചെയ്യാൻ സാധിച്ചില്ല. എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലെ കുട്ടിയായി കണ്ട് ഞങ്ങളോട് ക്ഷമിക്കുക. അതെ. അടുത്ത ആഴ്ച വീണ്ടും വരുന്നത് വരെ ഉங்களிடமிருந்து விடைபெறுவது ഉങ്ങൾ. ശുഭദിനം. ശിവദിനോ ഉങ്ങൾ ഞാൻ ആണ്ടാൾ അത് സ്റ്റൈലിൽ പറഞ്ഞു തീർക്കാന്ന് വെച്ചാൽ സമ്മതിക്കത്തുമില്ല. അത് നീ പറഞ്ഞോ, ഞാൻ ശുഭദിനം എന്ന് പറഞ്ഞോ. ശുഭദിനം അല്ലേ. ഓക്കെ, ഉங்கள் ഞാൻ. ഓക്കെ, ബൈ. ശുഭദിനം.